ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آله وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم وتابعين لهم بإحسان إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والفجر وليال عشر والشفع والوتر والليل إذا يسر هل في ذلك قسم لذي حجر ألم تر كيف فعل ربك بعاد إرم ذات العماد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربك صوت عذاب صدق الله العلي العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين أصلي صلاة تملأ الأرض والسماء على من له أعلى العلا متبوأ أقيم مقاما لم يقم فيه مرسل وأمسط له حجب الجلال توطأ إلى العرش والكرسي أحمد قد دنا فنورهما من نوره يتلألأ صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية ബഹുമാനമുള്ള ഉസ്താദുമാരെ, പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സൂറത്തുൽ ഫജ്ർ അതിൻ്റെ ആദ്യ ഭാഗമാണ് ഇന്നലെ നാം തുടങ്ങി വെച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല 5 വിഷയങ്ങൾ സത്യം ചെയ്ത് പൂർവലോകത്ത് ജീവിച്ച, ശാരീരികമായും സാമ്പത്തികമായും അധികാരപരമായും ആസ്തി ഉണ്ടായിരുന്ന ആളുകളെ നശിപ്പിക്കുകയും പാഠം പഠിപ്പിക്കുകയും ചെയ്ത വിധം നമ്മെ ഓരോരുത്തരെയും തെര്യപ്പെടുത്തുകയാണ്. വൽ ഫജ്ർ വലയാലിൻ അശുർ, പ്രഭാത നേരം തന്നെയാണ് സത്യം, 10 രാവുകളെ തന്നെയുമാണ് സത്യം. വശഫ്ഇ വൽ വത്ർ, ഇരട്ടയും ഒറ്റയും തന്നെയാണ് സത്യം. ഇരട്ടയും ഒറ്റയും എന്ന് പറഞ്ഞിടത്ത് ആരും, ഒരു പണ്ഡിതനും തീർത്ത് ഒരഭിപ്രായം രേഖപ്പെടുത്തിയിട്ടില്ല. ഖുർആൻ വ്യാഖ്യാതാക്കളിൽ എല്ലാ അർത്ഥത്തിലും മുൻഗണന നൽകുന്ന ബഹുമാനപ്പെട്ട അല്ലാമ ഇമാമുൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി ആ ആയത്തിന് 20 തഫ്സീർ നൽകി. ആ 20 തഫ്സീറുകളിൽ ഏതെങ്കിലും ഒന്നിനെ പിൻബലമാക്കി ഹദീസ് വരികയോ ഇജ്മാഅ് രൂപപ്പെട്ടു വരികയോ പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ
സ്വഹാബത്തിൻ്റെ താബിയുകളുടെ അഭിപ്രായങ്ങൾ വരികയോ ചെയ്യുകയാണെങ്കിൽ അതിന് മുൻഗണന നൽകണമെന്നും ഇല്ലാത്ത പക്ഷം എല്ലാ തഫ്സീറുകളെയും അവലംബിക്കപ്പെടുകയും പരിഗണിക്കപ്പെടുകയും ചെയ്യേണ്ടതാണെന്നും ആ 20 വ്യാഖ്യാനങ്ങൾ നൽകിയ ശേഷം മഹാനവർകൾ ഓർമ്മപ്പെടുത്തി. അതിലാദ്യമായി മഹാനവർകൾ പറഞ്ഞു, ഷഫ്അ് എന്നതുകൊണ്ട് ഉദ്ദേശം പെരുന്നാൾ ദിനമാണ്. 10 രാവുകളെ പറഞ്ഞപ്പോൾ ആ 10 രാത്രികളിൽ ഏറ്റവും പരിഗണിക്കേണ്ട 10 രാവുകൾ, ഏറ്റവും അധികം പരിഗണിക്കേണ്ട 10 രാവുകൾ ദുൽഹിജ്ജയിലെ 10 രാവുകളാണ്. ദുൽഹിജ്ജയിലെ 10 രാവുകൾ വളരെ പ്രത്യേകതയുള്ള 10 രാവുകളാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മുസ്ലിമിന് നൽകപ്പെട്ട രാവ് പകല്, അതിൽ ഇതുപോലെയുള്ള രാവും പകലും വേറെയില്ലെന്ന് ദുൽഹിജ്ജ 10 പറ്റി പറഞ്ഞു. അപ്പൊ ആ 10 പരിഗണിച്ചുകൊണ്ട് ആ 10 ഉൾപ്പെട്ട 2 ദിവസമാണ് ഈ പറഞ്ഞ ഇരട്ടയും ഒറ്റയും എന്ന് അഭിപ്രായപ്പെടുത്തി. ഒന്നാമത്തെ തഫ്സീർ പറഞ്ഞു, അന്ന ശഫ്അ യൗമുൻ നഹർ, ഇരട്ട കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബലിപെരുന്നാൾ ദിവസമാണ്, അഥവാ ദുൽഹിജ്ജ 10. ഒറ്റ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തൊട്ടു തലേന്ന് അറഫാ ദിവസമാണ്. അപ്പൊ ആ പറഞ്ഞ കൂട്ടത്തിൽ ഉൾപ്പെട്ടിട്ടും വീണ്ടും എന്തേ അതൊന്ന് എടുത്ത് സത്യം ചെയ്യാനുള്ള കാരണം, ആ 10 ദിവസങ്ങളിൽ പെരുന്നാൾ ദിവസം പോലെയും അറഫാ ദിവസം പോലെയും പുണ്യമുള്ള 2 ദിവസം വേറെ ഇല്ല. ആ 10 ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് ഈ 2 ദിനങ്ങൾക്കാണ്. കാരണം അറഫാ ദിവസം ഹജ്ജ് പൂർണ്ണമാകുന്നതും ഹജ്ജിന്റെ ഏറ്റവും സുപ്രധാനമായ ദിനവും അറഫയാണ്. അൽ ഹജ്ജു അറഫ, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹജ്ജ് അറഫയാണ് എന്ന് വെച്ചാൽ ഹജ്ജിന്റെ പ്രധാനപ്പെട്ട ദിനം അറഫ ദിനമാണ്. ഹജ്ജിന്റെ അറഫയുടെ മുമ്പുള്ളൊരു ദിവസവും ഹജ്ജിന് ബാധകമാണ്, അതിന്റെ തൊട്ട് മുമ്പുള്ള ദിവസവും ഹജ്ജിന് ബാധകമാണ്. യൗമു തർവിയ മുതൽ 8 അല്ലെങ്കിൽ 7 തുടങ്ങുന്ന കർമ്മങ്ങൾ അത് ശരിക്ക് ഹജ്ജ് അയാൾക്ക് കിട്ടിയിട്ടില്ല എന്ന് കണക്കാക്കപ്പെടുന്നത് അറഫയിലാണ്. അറഫ ലഭിച്ചു എങ്കിൽ ഹജ്ജ് ലഭിച്ചു, അറഫ നഷ്ടപ്പെട്ടു എങ്കിൽ ഹജ്ജ് നഷ്ടപ്പെട്ടു. അറഫ അല്ലാത്ത വേറെ ഏത് നഷ്ടപ്പെട്ടാലും വീണ്ടെടുക്കാനും പരിഹരിക്കാനും മാർഗങ്ങളുണ്ട്. അറഫ നഷ്ടപ്പെട്ടാൽ അത് പരിഹരിക്കാൻ ബലിദാനമില്ല, നോമ്പില്ല, വേറെ കർമ്മങ്ങളില്ല, തൊട്ടടുത്ത വർഷം തന്നെ ഹജ്ജ് മടക്കിയെടുക്കുക. ആകയാൽ അറഫക്ക് വളരെ മർമ്മപ്രധാനമായ സ്ഥാനം ഉണ്ട് എന്ന് കൽപ്പിച്ചുകൊണ്ട് ആ 10 രാവുകളിൽ അറഫാ ദിവസത്തെ പരിഗണിച്ചുകൊണ്ട് അല്ലാഹു വൽ വത്ർ, ആ 10 അവസാനത്തെ ഒറ്റ ദിനമാണ് 9. ആ 9 പറഞ്ഞതാണ്. പിന്നെ പെരുന്നാൾ ദിവസമോ ഹജ്ജിന്റെ കർമ്മങ്ങളിൽ അധികവും നടക്കുന്നത് പെരുന്നാളിന്റെ അന്നാണ്. മുടികളയൽ, കല്ലെറിയൽ, അതുപോലെ തന്നെ ഇഫാലത്തിന്റെ ത്വവാഫ് അടക്കമുള്ള പലതും നടക്കുന്നത് പെരുന്നാളിന്റെ അന്നാണ്. അതുകൊണ്ട് തൊട്ടു തലേനാളിനേക്കാൾ അന്ന് ശ്രേഷ്ഠതയും കൂടുതലുണ്ട്. ആ 2 ദിവസത്തിനും ബഹുമതിയുള്ളത് കൊണ്ടാണ് അള്ളാഹു 10 നിന്ന് അത് വേർപ്പെടുത്തി പറഞ്ഞത്. അല്ല, രണ്ടാമത്തെ അഭിപ്രായ പ്രകാരം അയ്യാമു തശ്രീഖിനെ പറ്റിയാണ് ഈ ഒറ്റയും ഇരട്ടയും എന്ന് പറഞ്ഞത്. 10 ദിവസം ഏതായാലും വലയാലിൻ അശ്ർ എന്ന് പറഞ്ഞില്ലേ? അപ്പൊ അതിൽ മാത്രം ഒതുങ്ങണ്ട, ശേഷമുണ്ടല്ലോ നോമ്പ് നോൽക്കൽ ഹറാമായ 3 ദിനങ്ങൾ, അയ്യാമു തശ്രീഖ്. തശ്രീഖ് എന്ന് പറഞ്ഞാൽ ഒരു അർത്ഥപ്രകാരം ഇറച്ചി ഉണക്കുന്ന ദിവസം എന്നാ. അത്രത്തോനെ ഉലുഹിയത്തിന്റെ ഇറച്ചി കിട്ടിയാൽ അത് ഉണക്കേണ്ടി വരും. നമുക്കാർക്കും ഉണക്കി പരിചയമല്ല. ഉണക്കിയ ഇറച്ചിയാണെങ്കിൽ അതിന് കുറെ ദീർഘായുസ് ഉണ്ടാവും, കുറെ കാലം ഉപയോഗിക്കാം. നല്ല ഊക്കുള്ള പല്ല് വേണം എന്ന് മാത്രം, വേറെ കുഴപ്പമൊന്നുമില്ല. ഇറച്ചി ഉണക്കുന്ന സമ്പ്രദായമുണ്ട്. ഉലുഹിയത്തിന്റെ ഇറച്ചി കുറെ കിട്ടുമ്പോൾ താങ്ങാവുന്നതിലപ്പുറം ഉണ്ടെങ്കിൽ വേറെ ആർക്കെങ്കിലും കൊടുക്കണം. വെറുതെ ആക്കാൻ പാടില്ല, ഉപേക്ഷിക്കാനും പാടില്ല. വളരെ പുണ്യമുള്ള ഇറച്ചിയാണിത്. ആ ഇറച്ചി ഉണക്കൽ പതിവുള്ളത് കൊണ്ടാണ് തശ്രീഖ് എന്നതിൻ്റെ ഒരർത്ഥം. ഷറക്ക തശ്രീഖ് എന്ന് പറഞ്ഞാൽ ഇറച്ചി വെട്ടി ഉണക്കുക. ഉണക്കിയ ഇറച്ചി ഭക്ഷിച്ചു നോക്കൂ, കൊളസ്ട്രോൾ കുറയും. നമ്മൾ ഈ പച്ച ഇറച്ചി അങ്ങനെ തന്നെ വേവിച്ച് തിന്നുമ്പോൾ പലതും കൂടും.
ഇറച്ചി ഉണക്കുമ്പോൾ അതിൽ കേടായിട്ടുള്ള എല്ലാം പോയി, ഇറച്ചി മാത്രമേ ഉള്ളൂ. യഥാർത്ഥ ഇറച്ചിന്റെ സ്വാദൊന്നും ഉണ്ടാകൂല കേട്ടോ, ഉണക്കിയതാണ്. എന്നാലും ഇറച്ചി ഉണക്കുന്ന ദിവസം എന്ന് പേരുള്ളത് കൊണ്ട് തശ്രീഖ് എന്ന് പേര് വെച്ചു എന്ന് പറയുമ്പോൾ കൂട്ടത്തിൽ ഒരു കാര്യം മനസ്സിലായി, അത്രത്തോളം ഇറച്ചി മുമ്പ് കാലത്തെ കിട്ടലുണ്ട് ഉളുഹിയത്തിന്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഉളുഹിയത്തിന്റെ എണ്ണം കൂടലുണ്ട്. നിരോധം വന്നാലും ശരി ഇല്ലെങ്കിലും ശരി എണ്ണം കൂടലുണ്ട്. ഉളുഹിയത്തിന്റെ എണ്ണം ഇങ്ങനെ കൂടലുണ്ട്. ആ കൂടുന്നതിനനുസരിച്ച് ഇറച്ചി കിട്ടലും കൂടുതൽ പതിവുണ്ട്. അപ്പൊ ആ ഇറച്ചി ഉണക്കി വെച്ച് സൂക്ഷിക്കലാണ് അതിന്റെ മാർഗം. ഉണക്കാതെ ഇറച്ചി വെച്ചാൽ അത് കുറച്ച് കഴിയുമ്പോൾ, ഒരു ദിവസം 2 ദിവസം കഴിയുമ്പോൾ പിന്നെ അത് ഭക്ഷ്യയോഗ്യമല്ലാതായിത്തീരും. മാത്രമല്ല, ആ ഇറച്ചി നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നത് വളരെ വലിയ കേടാണ്. ഫ്രിഡ്ജിൽ എല്ലാ സാധനങ്ങളും കൊണ്ടുപോയി വെക്കാൻ പാടില്ല. നമ്മളെ വീട്ടിലിപ്പോൾ ഒഴിവുള്ളതൊക്കെ അവിടെ കൊണ്ടുപോയി വെക്കുക എന്നുള്ള സ്വഭാവമാണ്. ഇനി ഒരു ചെറിയ കുട്ടിക്ക് കിടക്കാൻ സ്ഥലമില്ലെങ്കിൽ ചിലപ്പോൾ അതും അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവെക്കാൻ സാധ്യത ഉണ്ട്. ഫ്രൂട്ട്സും പഴവർഗ്ഗങ്ങളും സൂക്ഷിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് വെള്ളവും ഈ ഫ്രിഡ്ജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇൻസുലിൻ സിറിഞ്ച് ചെയ്യുന്ന മരുന്നുകൾ, ചില മരുന്നിന് തണുപ്പ് വേണ്ടതുണ്ട്, അതൊക്കെ വെക്കാൻ പറ്റും. ഈ പഴയ ചോറും അതിൻ്റെ ഉള്ളിൽ, പഴയ ചാറും അതിൻ്റെ ഉള്ളിൽ, ഇന്നലെ പൊരിച്ചതും അതിൻ്റെ ഉള്ളിൽ, പിന്നെ അത് അങ്ങനെ തന്നെ എടുത്ത് പലതും അതിന്മേൽ ചേർന്നിട്ടാണ് നമ്മൾ ഭക്ഷിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരുപാട് അപകടങ്ങൾ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ നാം അറിയാതെ ഉണ്ടായിത്തീരുന്നുണ്ട്. അത് കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് ഇടക്കൊന്ന് ഓർമ്മപ്പെടുത്തിയതാണ്. ഇരിക്കട്ടെ, ആ അയ്യാമു തശ്രീഖിന്റെ ദിവസമാണ് വശഫ്ഇ വൽ വത്ർ. അതിൽ ആദ്യത്തെ 2 ദിവസം ഇരട്ടയാണ്, പിന്നെ മൂന്നാമത്തത് ഒറ്റയുമാണ്. അങ്ങനെ പറയാനുള്ള കാരണം, ഹജ്ജിന്റെ ബാക്കി കർമ്മങ്ങളൊക്കെ നിൽക്കുന്നത് ഈ 3 ദിവസങ്ങളിലാണ്. ഹജ്ജുമായി ബന്ധപ്പെട്ട് ആ 10 ദിവസങ്ങൾക്ക് പവിത്രതയുള്ളതുപോലെ ഈ 3 ദിവസങ്ങൾക്കും പവിത്രതയുണ്ട്. അതുകൊണ്ട് മറ്റൊരർത്ഥപ്രകാരം വെക്കാൻ പറ്റുകയാണെങ്കിൽ അതാണല്ലോ നല്ലത് എന്ന അർത്ഥപ്രകാരം അയ്യാമു തശ്രീഖാണ് ശഫ്ഇ വൽ വത്ർ എന്നതുകൊണ്ട് ഉദ്ദേശം എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. 3-ാമത്തെ അർത്ഥപ്രകാരം അൽ വത്റു ആദമു അലൈഹിസ്സലാം, ഒറ്റ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദം നബി അലൈഹിസ്സലാമാണ്. ഇരട്ട എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബഹുമാനപ്പെട്ട ബീവി ഹവ്വ റളിയല്ലാഹു അൻഹയുമാണ്. കാരണം അല്ലാഹു തആല ഒറ്റ അർത്ഥത്തിൽ സൃഷ്ടിച്ചു ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ. ഹവ്വ ബീവിയെ തനിച്ച് ഒറ്റക്ക് സൃഷ്ടിച്ചതല്ല. ആദം നബി അലൈഹിസ്സലാമിന്റെ ശരീരത്തിൽ നിന്നുള്ള വാരിയല്ല് അതിന് അല്ലാഹു തആല സഹായകമായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ഇണകൾക്കൊക്കെ അല്ലാഹു അങ്ങനെ വെച്ചതുപോലെ ആദം നബി അലൈഹിസ്സലാമിന് ഇണയായിട്ട് അല്ലാഹു തആല ഒരുക്കിയ ഹവ്വ ബീവി റളിയല്ലാഹു അൻഹയെ ഒറ്റ അർത്ഥത്തിൽ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞുകൂടാ, അത് മുറക്കബാണ്. മറ്റൊന്നിന്റെ ഘടകം കൂടി ഇതിൽ ചേർന്നിട്ടുണ്ട്. അപ്പൊ ആ ഒറ്റയും ഇരട്ടയും അല്ല, നിസ്കാരങ്ങളാണ് അതുകൊണ്ട് ഉദ്ദേശം. നിസ്കാരത്തിൽ, ഫർള് നിസ്കാരത്തിൽ ഒറ്റ നിസ്കാരവും ഇരട്ട നിസ്കാരവുമുണ്ട്. നിസ്കാരങ്ങളിൽ ഒറ്റ നിസ്കാരമാണ് മഗ്രിബ്, അത് 3-ൽ ഒറ്റയിൽ നിൽക്കുന്നതാണ്. ബാക്കി നിസ്കാരങ്ങളൊക്കെ ഫർള് നിസ്കാരങ്ങളിൽ 2ന്റെ ഇരട്ടിയുള്ള 4 റക്അത്തുള്ളതൊക്കെ ഈ പറഞ്ഞതിൽ പെട്ടിട്ടുണ്ട്. കാരണം അതിനൊരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇമ്രാൻ ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹിയ സ്വലവാതു, നിസ്കാരങ്ങളെ പറ്റിയാണ് വശഫ്ഇ വൽ വത്ർ എന്ന് പറഞ്ഞത്. കാരണം നിസ്കാരത്തിന്റെ കൂട്ടത്തിൽ ഇരട്ടയും ഒറ്റയും ഉണ്ട്. അല്ലാഹു തആല നിസ്കാരത്തെ പറ്റി പറയാനുള്ള കാരണം എന്താണ്? നിസ്കാരമാണ് ഈ സത്യവാചകങ്ങൾ കൊണ്ട് ഉദ്ദേശമെങ്കിൽ ലിഅന്ന സ്വലാത്ത താലിയത്തുൽ ലിൽ ഈമാൻ, രാത്രി ഫജ്ർ നമ്മൾ വിശ്വസിക്കും പോലെ, രാത്രിയെ പുണ്യരാത്രികളെ പറ്റി വിശ്വസിക്കും പോലെ നിസ്കാരം അതിന്റെ തൊട്ടടുത്ത് തന്നെ പറയാനുള്ള കാരണം, ഫജ്റിനെ പറ്റിയും 10 രാവുകളെ പറ്റിയും ചിന്തിക്കുന്ന ആൾ അള്ളാഹിനെ പറ്റി വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിച്ചാൽ പിന്നെ ഏറ്റവും പ്രധാനമായി പരിഗണിക്കേണ്ടത് നിസ്കാരമാണ്. ഈമാനിനോട് തൊട്ടടുത്ത് നിൽക്കുന്നത് നിസ്കാരമാണ്. നാളെ പാരത്രിക ലോകത്തും അത് തന്നെയാണല്ലോ ചോദ്യാവലംബമായും ഉദ്ധരിച്ചിരിക്കുന്നത്. ആദ്യം ഈമാൻ, തൗഹീദ്, പിന്നെ നിസ്കാരം. അപ്പൊ ആ ഒരു അടുപ്പമുള്ളത് കൊണ്ട് വശഫ്ഇ വൽ വത്ർ, നിസ്കാരങ്ങളെ പറ്റിയാണെന്ന് പറയപ്പെട്ടിരിക്കുന്നു.
അഞ്ചാമത്തെ വ്യാഖ്യാനം അശ്ശഫ്ഉ ഹുവൽ ഖൽഖു കുല്ലുഹു, എല്ലാ സൃഷ്ടികളും ഇരട്ടയാണ്. ഒറ്റ എന്ന് പറഞ്ഞാൽ ആരാണ്? ഹുവല്ലാഹു തആല. ഇരട്ടയല്ലാത്ത സൃഷ്ടി ഏതാ? എല്ലാ സൃഷ്ടികളും ഇരട്ടയാണ്. കാരണം അല്ലാഹു പറഞ്ഞത് വമിൻ കുല്ലി ഷൈഇൻ ഖലഖ്നാ സൗജൈൻ, എല്ലാ വസ്തുക്കളിൽ നിന്നും നാം ഇണകളെ സൃഷ്ടിച്ചിരിക്കുന്നു. മനുഷ്യർക്ക് മാത്രമല്ല ഇണകളുള്ളത്. ഇണകൾ മനുഷ്യേതര ജീവികൾക്കും ഉണ്ട്, അചേതന വസ്തുക്കൾക്കും ജീവനുള്ളതുണ്ട്. യാസീൻ സൂറത്തിൽ നമ്മൾ ഓതാറുണ്ട് സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിതുൽ അർളു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. അല്ലാഹു ഇണകളെ പടച്ചു സംവിധാനിച്ചു. മിമ്മാ തുംബിതുൽ അർളു, ഭൂമി മുളപ്പിക്കുന്നതിൽ നിന്ന് ഇണകളുള്ളതുണ്ട്. ഭൂമി മുളപ്പിക്കുന്ന പച്ചക്കറികൾ, കായ്കനികൾ, അതിനൊക്കെ ഇണകളുണ്ട്. വമിൻ അൻഫുസിഹിം, അവരവരുടെ ശരീരത്തിൽ നിന്നും അല്ലാഹു ഇണകളെ സൃഷ്ടിച്ചിട്ടുണ്ട്. വമിമ്മാ ലാ യഅലമൂൻ, അവരറിയാത്ത പലതിൽ നിന്നും ഇണകൾ ഉണ്ട്. നമുക്കറിയാത്ത പലതിനും ഇണകളുണ്ട്. അപ്പൊ എല്ലാത്തിൻ്റെയും ഇൽമ്, എല്ലാ വസ്തുക്കൾക്കും ഉള്ള ഇണകളെ പറ്റിയുള്ള ഇൽമ് നമുക്കറിയില്ല. അറിയാത്തതുണ്ട് എന്ന് അല്ലാഹു തആല പറഞ്ഞില്ലേ. നമ്മളിപ്പോ സാധാരണ അർത്ഥത്തിൽ കാണുമ്പോൾ നമ്മുടെ ഈ സ്വിച്ച് ബോർഡിന്റെ ഉള്ളിലൊക്കെ രണ്ട് തരം വയറില്ലേ, ഇണയും തുണയും, ന്യൂട്രലും ഫേസും. ഏതിനും നിങ്ങൾ നോക്ക്, ഒന്നിനോട് ഒന്നിച്ച് അപ്പുറത്ത് വേറൊന്നുണ്ടാവും. അർളും സമാഉം ഇത് പറയുന്നത് പോലെ, ഷംസും ഖമറും അങ്ങനെ പറയുന്നത് പോലെ. ചെടികളുടെ കൂട്ടത്തിലാണെങ്കിൽ ആ ചെടികൾക്കും ഉണ്ട് അങ്ങനെ. അപ്പൊ എല്ലാ വസ്തുക്കൾക്കും ഇണകളെ സൃഷ്ടിച്ചു എന്നുള്ള അർത്ഥത്തിൽ എല്ലാം ഇരട്ടയാണ്. ഒറ്റയായിട്ടുള്ളത് അല്ലാഹു ജല്ല ജലാലുഹു, അവൻ മാത്രമാണ്. അപ്പൊ ചില പണ്ഡിതന്മാര് പറഞ്ഞു, എങ്കിൽ ഇവിടെ ഒരു സങ്കല്പം വേണം. വശ്ശഫ്ഇ വൽ വത്ർ, ഒറ്റയെയും ഇരട്ടയെയും സൃഷ്ടിച്ച റബ്ബിനെ തന്നെയാണ് സത്യം. ഇരിക്കട്ടെ, അല്ലാഹു ജല്ല ജലാലുഹു അവൻ ഒറ്റയാണ്, മറ്റു പലതിൽ നിന്നും സംഘടിതമായതല്ല. പലതിലേക്കും അല്ലാഹുവിൽ നിന്ന് ഒന്നും ചേർത്തിട്ടും ഇല്ല. കാരണം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസാണ് ഇതിന് ആധാരമാക്കുന്നത്. ഇന്നല്ലാഹ വിത്റുൻ യുഹിബ്ബുൽ വിത്ർ, അല്ലാഹു തആല വിത്റാണ്, ഒറ്റയാണ്. അല്ലാഹു ഒറ്റയെ ഇഷ്ടപ്പെടുന്നു എന്ന ഹദീസ് ആധാരമാക്കുന്നുണ്ട്. ഇരിക്കട്ടെ, ഏതൊരു മഖ്ലൂഖാത്തിൽ നിന്ന് ഏതൊന്നിനെ എടുത്താലും അതിനൊക്കെ ആ രണ്ട് സ്വഭാവങ്ങളുണ്ട്, അങ്ങനെയും പറയുന്നു. അപ്പൊ സൃഷ്ടികളിൽ തന്നെ രണ്ടും. ഇപ്പൊ അഞ്ചാമതായി നമ്മൾ പറഞ്ഞ തഫ്സീറിൽ ഷഫ്ഉ ഇരട്ട എന്ന് പറയുന്നത് സൃഷ്ടികളെ പറ്റി, വത്ർ ഒറ്റ എന്ന് പറയുന്നത് അള്ളാഹുവിനെ പറ്റിയും. എന്നാൽ ആറാമത്തെ വ്യാഖ്യാനം പറയുന്നത് അങ്ങനെയല്ല. ഏതൊരു സൃഷ്ടിക്കും ഒറ്റയും ഇരട്ടയും രണ്ട് സ്വഭാവവുമുണ്ട്. ഒറ്റ സ്വഭാവവും ഇരട്ട സ്വഭാവവും ഉണ്ട്. ഒരാൾ ഒറ്റക്ക് നിൽക്കുമ്പോഴും കൂടെ വേറൊരാൾ വന്നു ചേരുമ്പോഴും രണ്ടും രണ്ട് രൂപമാണ്. ആ അർത്ഥത്തിൽ ഒറ്റയും ഇരട്ടയും മഖ്ലൂഖാത്തിൽ നിന്ന് തന്നെയുള്ള രണ്ടവസ്ഥകളാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഏഴാമത്തെ തഫ്സീർ അശ്ശഫ്ഉ ദറജാത്തുൽ ജന്ന, ഇരട്ട കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വർഗത്തിന്റെ ദറജകളാണ്, സ്വർഗത്തിന്റെ തട്ടുകളാണ്. വഹിയ സമാനിയ, അത് 8 ഒറ്റ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദറകാത്തുന്നാർ, ദറകാത്തുന്നാരി നരകത്തിന്റെ തട്ടുകളാണ്, അത് 7 നരകത്തിന്റെ തട്ടുകൾ 7 ഖുർആൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ലഹാ സബ്അത്തു അബ്വാബ്, അതിന് 7 തട്ടുകളാണുള്ളത്. ലികുല്ലി ബാബിൻ മിൻഹും ജുസ്ഉം മഖ്സൂം, ഓരോ തട്ടുകളിലേക്കും വിഹിതിക്കപ്പെട്ട വിഭാഗമുണ്ട്. അവർ ഓരോ തട്ടുകളിലേക്കും നിശ്ചയിക്കപ്പെട്ടവരാണ്. എന്നാൽ സ്വർഗത്തിന് 8. അപ്പൊ നരകത്തിനേക്കാളും ഒരു തൂക്കം മുൻതൂക്കമാണ് സ്വർഗത്തിന്. അവിടെ 8 തട്ടുകളാണ്. ആ 8 ഉദ്ദേശിച്ചുകൊണ്ടാണ് വശ്ശഫഈ, 8 തട്ടുകളുള്ള ഇരട്ടയാകുന്ന സ്വർഗത്തെ തന്നെയാണ് സത്യം. വൽ വത്രി, ഒറ്റ തട്ടിൽ 7 നിൽക്കുന്ന നരകത്തെ തന്നെയാണ് സത്യം. അല്ല, ഷഫ് കൊണ്ടുദ്ദേശം സിഫാത്തുൽ ഖൽഖി, മനുഷ്യ സൃഷ്ടികളുടെ സ്വഭാവങ്ങളാണ്, ഗുണങ്ങളാണ്.
വിത്തർ കൊണ്ട് ഉദ്ദേശം അള്ളാഹുവിന്റെ സിഫത്താണ്. രണ്ട് സ്വഭാവങ്ങളുണ്ടല്ലോ സൃഷ്ടികൾക്ക്, അറിവില്ലായ്മ രണ്ടുണ്ട്. കുദ്റത്തിന്റെ എതിര് അജ്സ്, കഴിവുകേട്. അതേപോലെ തന്നെ ഇറാദത്ത്, കറാഹത്ത്, ഉദ്ദേശിക്കുക, നിർബന്ധിക്കുക. ഹയാത്ത്, മൗത്ത്, ജീവിതം, മരണം. എങ്കിൽ അള്ളാഹുവിന്റെ സിഫത്തുകളൊക്കെ ഒറ്റ സിഫത്തുകളാണ്. അവിടെ ജഹ്ല് ഇല്ല, ഇൽമു മാത്രമേ ഉള്ളൂ. അജ്സ് ഇല്ല, ഖുദ്റത്ത് മാത്രമേ ഉള്ളൂ. ഇക്റാഹും കറാഹത്തും ഇല്ല, ഇറാദത്ത് മാത്രമേ ഉള്ളൂ. മൗത്തില്ല, ഹയാത്ത് മാത്രമേ ഉള്ളൂ. ആ അർത്ഥത്തിൽ അല്ലാഹു തആലാന്റെ സിഫത്തുകളും സൃഷ്ടികളുടെ സിഫത്തുകളൊക്കെ ഇരട്ടയാണ്. ഒറ്റ സിഫത്തുള്ള ആരാളുള്ളത്? എല്ലാ മഖ്ലൂഖാത്തിനും ഇരട്ട സിഫത്താണ്. അറിവ് ഉള്ള അവസ്ഥ, ഇല്ലാത്ത അവസ്ഥ. ജീവനുള്ള അവസ്ഥ, ജീവനില്ലാത്ത അവസ്ഥ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് എന്നും ഒറ്റ സിഫത്തുകളാണുള്ളത്, ഇരട്ട സിഫത്തുകളില്ല. 9ാമത്തെ തഫ്സീർ പ്രകാരം അൽ മുറാദു ബിശ്ശഫ്ഇ വത്രി നഫ്സുൽ അദദി, അതൊരു അക്കമാണ് ഉദ്ദേശം. ഇരട്ട അക്കം ഏതെല്ലാം ഉണ്ടോ അതൊക്കെ, ഒറ്റ അക്കം ഏതെല്ലാം ഉണ്ടോ അതൊക്കെ ഉദ്ദേശം. പ്രത്യേകമായൊരു കണക്കാണ്. അത് ഇന്ന കണക്ക് എന്ന് തെര്യപ്പെടുത്താൻ പറ്റൂല. മാസങ്ങൾക്ക് അങ്ങനെ കണക്കുണ്ട്, ദിവസങ്ങൾക്ക് അങ്ങനെ കണക്കുണ്ട്, മണിക്കൂറുകൾക്ക് അങ്ങനെ കണക്കുണ്ട്. അതേ രൂപത്തിലുള്ള കണക്കാണ്. ആഴ്ചകളുടെ കണക്ക് നോക്കുമ്പോൾ ഒറ്റയാണല്ലോ, 7 അവസാനിക്കും. മാസത്തിന്റെ കണക്ക് നോക്കുമ്പോൾ അത് ഇരട്ടയാണ്, 12 അല്ലേ, 12 മാസമല്ലേ. ദിവസങ്ങളുടെ കണക്ക് നോക്കുമ്പോൾ, മാസത്തിലെ ദിവസങ്ങളെ കണക്ക് നോക്കുമ്പോൾ രണ്ടും വരും, 30 വരും, 29 വരും. വശഫ്ഇ വൽ വത്രി. എല്ലാ മാസവും 30 വരുമോ? അത് വരൂല. മലയാളമല്ല, ഇംഗ്ലീഷും അല്ല, അറബിയാണ്. അറബി കൂട്ടണം, അറബി കൂട്ടിയിട്ട് പറയണോ? നമ്മുടെ കണക്കുകളൊക്കെ നമ്മൾ തീരുമാനിക്കേണ്ട അറബിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതും മലയാളവും മറ്റുമൊക്കെ വലിയ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് അറബിയിൽ ഒരു മാസം നമ്മൾ കൂട്ടുമ്പോൾ, ഇപ്പൊ കഴിഞ്ഞ ഷാബാൻ മാസം എത്ര ദിവസം? 29 അല്ലേ? 29 മാസം കണ്ടില്ലേ? 29 ദിവസം. ഇനി റമദാൻ എത്രയെന്നുള്ളത് കഴിഞ്ഞു പോകുമ്പോൾ അറിയും. അപ്പൊ എല്ലാ മാസവും 29 അല്ല, എല്ലാ മാസവും 30 അല്ല. ചിലത് 30 ആകും, ചിലത് 29. രണ്ട് സ്വഭാവങ്ങളും അതിലുണ്ട്. മാസങ്ങളൊക്കെ 30 ആണെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ, അങ്ങനെയല്ലല്ലോ. ഒക്കെ 29 ആണെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ, അങ്ങനെയല്ല. കാരണം വശഫ്ഇ വൽ വത്രി, രണ്ടക്കവുമുണ്ട്, ഇരട്ട അക്കമുണ്ട്, ഒറ്റ അക്കമുണ്ട്. രണ്ടും വരണം. അതുകൊണ്ട് രണ്ട് സ്വഭാവങ്ങൾ സ്വീകരിച്ചു. 10ാമത്തെ തഫ്സീർ പ്രകാരം അശ്ശഫ്ഉ ഹുവൽ അയ്യാമു വൽ ലയാലി, ഇരട്ട എന്ന് പറഞ്ഞാൽ ദുനിയാവിലുള്ള ദിവസങ്ങളും രാപ്പകലുകളുമാണ്. ഒറ്റ കൊണ്ട് ഉദ്ദേശം ഹുവൽ യൗമുല്ലദീ ലാ ലൈല ബഅദഹു, രാത്രി വരാത്ത ഒരു ദിവസമുണ്ട്, രാത്രി പിന്നെ വരൂല. വഹുവ യൗമുൽ ഖിയാമ, അതേതാ? ഖിയാമത്ത് നാളാണ്. രാത്രി പിന്നെ വരൂലല്ലോ, വരുമോ? ഇല്ലേ? അവിടെ സൂര്യൻ അസ്തമിക്കുന്ന സ്വഭാവം ഉണ്ടോ? സൂര്യൻ ഇങ്ങനെ ഉദിച്ചുയർന്ന് ഇങ്ങനെ ചാണ് അടുക്കാന്നുള്ളത് എല്ലാവരും കേട്ടില്ലേ? കുറച്ച് കഴിഞ്ഞാൽ സൂര്യൻ അസ്തമിക്കുന്ന ആരോ പറഞ്ഞോ? അവിടെ യൗമേ ഉള്ളൂ, ലൈലില്ല. അപ്പൊ ഒറ്റ പകൽ മാത്രമുള്ള ഒന്നുണ്ട്, വൽ വത്ർ. അത് ഖിയാമത്ത് നാളിനെ പറ്റി, യൗമിനെ പറ്റിയാണ്. അതിന്റെ മുമ്പുള്ള ദിവസങ്ങളൊക്കെ രാത്രിയുണ്ട്, പകലുണ്ട്, ഇരട്ടയായിട്ട് അങ്ങനെ പോകാണ്. രാവും പകലും രണ്ട് സ്വഭാവങ്ങൾ. അവിടെ ഒറ്റ സ്വഭാവം മാത്രമുള്ളൂ, ലാ ലൈല ബഅദഹു, അതിനുശേഷം പിന്നെ രാത്രിയില്ല എന്നതാണ് 10ാമത്തെ തഫ്സീർ. 11ാമത്തെ തഫ്സീർ, രണ്ട് പേരുള്ള, ഇരട്ട പേരുള്ള എല്ലാ നബിമാരും ശഫ് കൊണ്ട് ഉദ്ദേശം, ഒറ്റ പേരുള്ള നബിമാര് വത്ർ കൊണ്ട് ഉദ്ദേശിക്കുന്നു. നമ്മുടെ നബി ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രസിദ്ധിയാർജിച്ച രണ്ട് നാമങ്ങളുണ്ട്. മുഹമ്മദ് എന്ന നാമവും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അഹ്മദ് എന്ന നാമവും, രണ്ടുമുണ്ട്. അഹ്മദ് എന്ന ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങൾ കണ്ടില്ല ഇപ്പൊ അടുത്ത് അഹമ്മദിയാക്കൾ പറഞ്ഞ വിഭാഗം, മുബശ്ശിറൻ ബി റസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ് എന്ന് പറഞ്ഞത് നബിതങ്ങളെ പറ്റിയല്ലോ അല്ലേ? അപ്പൊ പിന്നെ പല കൂട്ടത്തിൽ ജനിക്കുന്ന കുട്ടികൾക്കൊക്കെ പേര് കൂട്ടത്തിൽ അതിന്റെ തലക്കലോ അല്ലെങ്കിൽ ഇപ്പുറത്തോ അഹമ്മദ് ചേർത്ത് കൊടുക്കാം. എന്നാൽ നബിയാകാൻ സാധ്യത ഉണ്ടെങ്കിൽ അതിനോട് കൂട്ടിയാൽ മതിയല്ലോ, കുറച്ചൊക്കെ ഒരു പക്വത ഉണ്ടെങ്കിൽ നടത്താം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭൂജാതരാകുന്ന അന്ന് എത്ര ആൾ സ്വീകരിച്ചിട്ടുണ്ട് ആ പേര്?
ഇബ്നു ഹിഷാം അവിടുത്തെ താരീഖിൽ പറഞ്ഞു, സീറയിൽ പറഞ്ഞു 3 ആൾ സ്വീകരിച്ചിട്ടുണ്ട് മുഹമ്മദ് എന്നുള്ള പേര്. പക്ഷെ ആ പേര് മാത്രം സ്വീകരിച്ചാൽ പോരല്ല, ആ പേരിന്റെ കൂടെ ഒരുപാട് വസ്ഫില്ലേ. തങ്ങൾ ഉദയം ചെയ്തതോടുകൂടെ പിന്നെ മറ്റേത് അതല്ല കേട്ടോ, ആ ആളല്ല, മറ്റേ ആളും അല്ല, ആ ആളും അല്ല. ഇന്ന് ഇവിടെ ഉദയം ചെയ്തില്ലേ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതാണ് സത്യത്തിൽ ആ അടയാളങ്ങളൊക്കെ ഒത്ത മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു അഹ്മദ് എന്ന പേര് കൊണ്ട് പരിചയപ്പെടുത്തി. വിശുദ്ധ ഖുർആൻ 2 പേരും പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് എന്ന പേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്, അഹ്മദ് എന്ന പേരും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 2 പേരുള്ള നബിമാർ, ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം. ഈസാ നബിക്ക് 2 പേരുണ്ട്, ഒന്ന് മസീഹും മറ്റൊന്ന് ഈസാണ്. യൂനുസ് നബി അലൈഹിസ്സലാമിനും 2 പേര് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് യൂനുസ് മറ്റൊന്ന് ദുന്നൂൻ. ദുന്നൂൻ എന്ന് പറഞ്ഞാൽ നേർക്കുനേരെ അർത്ഥം പറഞ്ഞാൽ മത്സ്യക്കാരൻ എന്നാണ് അർത്ഥം. കാരണം മത്സ്യവയറ്റിൽ പ്രവേശിച്ച നബിയാണല്ലോ യൂനുസ് നബി അലൈഹിസ്സലാം. അതുകൊണ്ട് അങ്ങനെ ഒരു ദുന്നൂൻ എന്ന പേര്. ഒറ്റ പേരുള്ള നബിമാരുണ്ട്, ആദം നബി അലൈഹിസ്സലാം. ആദം നബിക്ക് വേറെ പേരുണ്ടോ? നൂഹ് നബി അലൈഹിസ്സലാം. നൂഹ് നബിക്ക് വേറെ പേരുണ്ടോ? നിങ്ങൾ കേട്ടുനോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് വേറെ പേരുണ്ടോ? അപ്പൊ നിങ്ങൾ ചോദിക്കും ഖലീലുല്ലാഹി അല്ലേ? അപ്പുറത്ത് ദബീഹുല്ലാഹി വേറുണ്ടല്ലോ. അതൊക്കെ വസ്ഫുകളാണ്, സിഫത്തുകളാണ്, ഇസ്മല്ല. സിഫത്തുകൾ അങ്ങനെ കുറേ ഉണ്ട്. അത് നമ്മളെ നബിക്കും ധാരാളം സിഫത്തുകളുണ്ട്, ഓരോ നബിമാർക്കും ഉണ്ടാവും. പേരുകൾ അല്ലാഹു തആല ആ അർത്ഥത്തിൽ പരിചയപ്പെടുത്തിയ പേരുകൾ മറ്റോലൊക്കെ ആ അർത്ഥത്തിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഖുർആനിൽ ഈസാ നബി അലൈഹിസ്സലാമിനെ ഈസ എന്ന് പറഞ്ഞിടത്ത് തന്നെ ഈസബിനു മറിയം എന്നും പറഞ്ഞിട്ടുണ്ട്, മസീഹുബിനു മറിയം രണ്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 2 പേരായിട്ട് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ 2 പേരുകളുള്ള നബിമാർ ഒരു വകുപ്പിലും, ഒറ്റ പേരുള്ള നബിമാരും അതല്ല. 12ാമത്തെ തഫ്സീർ പ്രകാരം അഷ്റഫു ആദമു വഹവ്വാഉ, ഇരട്ട കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദം നബി അലൈഹിസ്സലാമും ഹവ്വാ ബീവിയുമാണ്. ഒറ്റ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബഹുമാനപ്പെട്ട ബീവി മറിയം റളിയല്ലാഹു അൻഹാ. മറിയം ബീവി റളിയല്ലാഹു അൻഹ ഒറ്റയാണ്. മറിയം ബീവി റളിയല്ലാഹു അൻഹക്ക് സന്താനമുണ്ടായതും ഒറ്റയായ നിലക്കാണ്. അല്ലാഹു തആലാന്റെ ഒരു നിശ്ചയമാണ് അങ്ങനെ. ആദം നബി ഹവ്വാ ബീവി ഇവർക്ക് സന്താനങ്ങൾ ഉണ്ടായത് ഒറ്റ അർത്ഥത്തിലല്ല, 2 പേരും കൂടി ചേർന്നിട്ടാണ്. ആ അർത്ഥത്തിൽ അവിടെ ഒറ്റയും ഇരട്ടയും തഫ്സീർ എഴുതിയിട്ടുണ്ട്. 13ാമത്തെ തഫ്സീർ അഷ്റഫു അൽ ഉയൂനു അൽ ഇസ്നതാ അശറ, 12 നദികളുണ്ടല്ലോ അള്ളാഹു ഖുർആനിലൂടെ പറഞ്ഞ. ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അടിച്ചിട്ട് രൂപപ്പെട്ടു വന്ന ഫംഫജറത്ത് മിൻഹു ഇസ്നതാ അശറത ഐനാ, 12 നദികളാണ് ഷഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒറ്റ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതേ മൂസാ നബി അലൈഹിസ്സലാമിന് തന്നെ നൽകപ്പെട്ട ദൃഷ്ടാന്തങ്ങളുണ്ട് 9 എണ്ണം. വലഖദ് ആതൈനാ മൂസ 9 ആയാതിൻ ബയ്യിനാത്ത്, 9 ദൃഷ്ടാന്തങ്ങൾ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഖൗമിന് വേണ്ടി അള്ളാഹു നൽകിയിരുന്നു. ആ 9 എണ്ണം ഒറ്റയെ പറ്റിയാണ് ഇത് ഉദ്ദേശിക്കുന്നത്. 14ാമത്തെ തഫ്സീർ അഷ്റഫു അയ്യാമു ആദ് വൽ വിത്റു ലയാലിഹിം, തൊട്ടിപ്പുറത്ത് അള്ളാഹു പരിചയപ്പെടുത്തുന്ന ഒരു സമൂഹമുണ്ട്, ആദ് ഗോത്രം. അവരുടെ രാവും പകലും കൂട്ടിയിട്ട് പറഞ്ഞതാണ്. അതെത്ര? 7 രാത്രിയും 8 പകലും. അള്ളാഹു അവരെ ശിക്ഷിക്കാൻ വേണ്ടി ആ ഉപയോഗപ്പെടുത്തിയ ജനങ്ങൾക്കൊക്കെ അത് പഠിപ്പിക്കാനും കാണിപ്പിക്കാനും സെക്കൻഡ് മതിയല്ലോ. പക്ഷെ ആളുകൾക്ക് ഒക്കെ ഉൾക്കൊണ്ട് തിരിയണ്ടേ, അതിന് കുറച്ച് നീട്ടിക്കൊടുത്തതാണ്. 7 രാത്രിയും 8 പകലും. 1 മിനിറ്റ് കൊണ്ട് സംഗതി അവരെ തൂഫാനാക്കാം. പക്ഷെ അങ്ങനല്ല, ആൾക്കാരൊക്കെ ഒന്ന് കാണട്ടെ, ബാക്കിയുള്ളവരൊക്കെ ഒന്ന് മനസ്സിലായിക്കോട്ടെ. കുറച്ചാൾക്കാരിങ്ങനെ പോകുമ്പോൾ അടുത്ത ആൾ മനസ്സിലാക്കും, അവര് പോകുമ്പോൾ അടുത്ത ആള്. കാറ്റാണല്ലോ അല്ലാഹു തആല ശിക്ഷക്ക് അയച്ചത്. ആ കാറ്റ് എല്ലാവരെയും ഒറ്റയടിക്കടിച്ച് വീശിയോ? ഇല്ലല്ല, 7 രാത്രിയും 8 പകലും. ആ ഒറ്റയും ഇരട്ടയുമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും പറഞ്ഞിട്ടുണ്ട്. 15ാമത്തെ തഫ്സീർ അഷ്റഫു അൽ ബുറൂജ്, ഇരട്ട കൊണ്ട് ഉദ്ദേശം 12 ബുർജുകളുണ്ട് ആകാശത്തിൽ. ജഅല ഫിസ് സമാഇ ബുറൂജൻ, അല്ലാഹു ആകാശത്തിൽ
സഞ്ചാര പദങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. 7 കൗക്കബുകൾക്ക് അല്ലാഹു തആല 12 സഞ്ചാര വഴികൾ, 12 മാസക്കണക്കിന് രൂപത്തിൽ 12 വഴികൾ അല്ലാഹു ഒരുക്കിയിട്ടുണ്ട്. ആ 12 ബുർജുകളെ പറ്റിയാണ് ഇരട്ട കൊണ്ട് ഉദ്ദേശിക്കുന്നത്, വിത്ർ കൊണ്ട് ഉദ്ദേശിക്കുന്നതോ ഒറ്റ കൊണ്ട് അൽ കവാകിബു സബ്അ, 7 കൗക്കബുകളെയാണ് ഉദ്ദേശിക്കുന്നത്. സൂര്യനും ചന്ദ്രനും ഭൂമിയും ഒക്കെ അടങ്ങുന്നതാണ് 7 കൗക്കബുകൾ. അതിന്റെ സഞ്ചാര പദങ്ങളെ പറ്റിയാണ് 12. അപ്പൊ ഇരട്ടയും ഒറ്റയുമായി. 16ാമത്തെ തഫ്സീർ അശ്ശഹ്റുൽ ലദീ യുതിമ്മു 30 യൗമൻ, നേരത്തെ നമ്മൾ പറഞ്ഞതാണ് 30 പൂർത്തിയാക്കുന്ന മാസം. ഒറ്റ കൊണ്ട് ഉദ്ദേശിക്കുന്നത് 29 തേക്കുന്ന മാസം, രണ്ടുമുണ്ട്. 17ാമത്തെ തഫ്സീർ അശ്ശഫ്ഉ അൽ അഅ്ളാഉ, ഇരട്ട കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവയവങ്ങളാണ്. അവയവങ്ങളൊക്കെ ഇരട്ടല്ലേ അല്ലേ? അവയവങ്ങളൊക്കെ ഇരട്ടല്ലേ? നിങ്ങൾ പറയുന്നില്ലല്ലോ. കൈ എത്രണ്ണ? 2, കാല് 2 എണ്ണം. ഒറ്റയായിട്ട് ഒരു അവയവുണ്ട്, അതേതാ? അതാണ് കൽബ്. കൽബ് 2 എണ്ണം ഉണ്ടാവും. കൽബ് എത്ര? 1. നെഞ്ചിന് തന്നെ 2 ഭാഗങ്ങളില്ലേ? 2 ഭാഗങ്ങളുണ്ട്. സ്തനം 2 എണ്ണമുണ്ട്. ബാക്കി നിങ്ങൾ ശരീരത്തിന്റെ ഭാഗങ്ങളൊക്കെ കൂട്ടി നോക്കൂ, 2 എണ്ണമുണ്ട്. മൂക്ക് 2 എണ്ണത്തിന്റെ ഭാഗമായിട്ട് 2 ഓട്ട വെച്ച് തന്നത്. പല്ല് മേലെയും താഴ്ഭാഗത്തുമായി വെച്ച് തന്നു. നാവ് തന്നെ 2 നാവുണ്ട്. വലിയ നാവും ചെറുനാവില്ലേ? ചെറുനാവില്ലാന്ന്, ചെറുനാവും. അങ്ങനെ അതിലൊക്കെ ഇരട്ട വെച്ച് തന്നു. എന്നാൽ കൽബ് അതൊറ്റയാണ്. ഖുർആനിൽ അല്ലാഹു പറഞ്ഞല്ലോ, മാ ജഅലല്ലാഹു ലിറജുലിൻ മിൻ ഖൽബൈനി ഫീ ജൗഫിഹി, ഒരാൾക്കും അല്ലാഹു 2 കൽബ് കൊടുത്തിട്ടില്ല. ഒരാൾക്ക് എത്ര കൽബേ ഉള്ളൂ? 1 കൽബേ ഉള്ളൂ. പക്ഷെ ആ ഒരു കൽബിന്റെ വൈവിധ്യം തന്നെ എത്ര വലുതാരങ്ങൾ. ഒരേ കൽബ് കൊണ്ട് ചിന്തിക്കുന്ന ആളുകൾ തന്നെ 2 കൈയിൽ പേന പിടിച്ച് 2 വിഷയങ്ങൾ എഴുതിയ മഹാന്മാരുണ്ട്. 2 കൈയിൽ പേന പിടിച്ച് ഈ കൈ കൊണ്ട് എഴുതുന്ന വിഷയമല്ല ഈ കൈ കൊണ്ട് എഴുതുന്നത്. അപ്പൊ അത് സംശയാക്കിയിട്ട് ചോദിക്കാണ്, അതെങ്ങനെ 2 കൽബുണ്ടോ? 2 കൽബില്ല എന്ന് അല്ലാഹു വ്യക്തമായി പറഞ്ഞില്ലേ, മാ ജഅലല്ലാഹു ലിറജുലിൻ മിൻ ഖൽബൈനി ഫീ ജൗഫി. ആ ഒരു കൽബിന്റെ സൗന്ദര്യം തന്നെയാണത്. അത് വല്ലാത്തൊരു സൗന്ദര്യമാണ്, ചെറുതൊന്നുമല്ല. കൽബിൽ അല്ലാഹു തആല കൊടുത്ത വലിയൊരു തൗഫീഖാണ്. അയാളെ 2 പേനയിലൂടെ 2 പേപ്പറിൽ ആൾ എഴുതുമ്പോൾ 2 വിഷയങ്ങളാണ്, ഒരു വിഷയമല്ല, 2 വിഷയങ്ങളാണ്. ഒരു മഹാപണ്ഡിതൻ. അപ്പോൾ ഉള്ള കൽബിന്റെ സൗന്ദര്യം എത്ര വലുതാണ്. അതേ 18ാമത്തെ തഫ്സീർ അശ്ശഫ്ഉ അശ്ശഫതാനി വൽ വത്റു അൽ ലിസാൻ, അല്ല 2 ചുണ്ടുകളാണ് ഇരട്ട കൊണ്ട് ഉദ്ദേശം. ആ 2 ചുണ്ടിന്റെ ഇടയിൽ അല്ലാഹു തആല വെച്ച നാവാണ് ഒറ്റ കൊണ്ട് ഉദ്ദേശം. കാരണം അല്ലാഹു പറഞ്ഞപ്പോൾ ഖുർആനിൽ അങ്ങനെയാ പറഞ്ഞത്, വലിസാനൻ വശഫതൈൻ, 2 ചുണ്ടും നാവും എന്നാ പറഞ്ഞത്. വിശദീകരിക്കുമ്പോൾ നാവ് ഒന്നല്ല 2 എണ്ണമുണ്ട് എന്ന് പറഞ്ഞവരുണ്ട്. ഇരിക്കട്ടെ, നാവിനെ പറ്റി പറഞ്ഞപ്പോൾ ലിസാനൈനി എന്നല്ലല്ലോ പറഞ്ഞത്, ലിസാനൻ, നാവ് എന്നാ പറഞ്ഞത്. 19ാമത്തെ തഫ്സീർ അശ്ശഫ്ഉ വസ്സജദതാനി വൽ വത്റു അർറുകൂ, നിസ്കാരത്തിലെ പ്രത്യേക ഇബാദത്തുകളായ 2 സുജൂദും 1 റുകൂഉം, 1 റക്അത്തിൽ 1 റുകൂ. സുജൂദ് 2 എണ്ണം. സുജൂദ് ഇരട്ടയാണ്, റുകൂ ഒറ്റയാണ്. 20ാമത്തെ തഫ്സീർ തീർന്നു. 20ാമത്തെ തഫ്സീർ അശ്ശഫ്ഉ അബ്വാബുൽ ജന്ന, സ്വർഗത്തിന്റെ കവാടങ്ങൾ ഇരട്ട. നേരത്തെ സ്വർഗത്തിന്റെ തട്ടുകൾ എന്ന് പറഞ്ഞു, അത് തന്നെയാണ് ഇപ്പുറത്തും പറയുന്നത്. കാരണം അത് 8 എണ്ണമാണ്. ഒറ്റ എന്ന് പറയുന്നത് അബ്വാബുന്നാർ, നരകത്തിന്റെ കവാടങ്ങളാണ്, തട്ടുകളാണ്, അത് 7 എണ്ണമാണ്. ഇവിടെ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ പറയുന്ന സാധ്യതകളൊക്കെ, ഈ പറയുന്ന തഫ്സീറുകളൊക്കെ ഉണ്ട്, ഒന്നുമില്ല എന്ന് പറയാൻ പറ്റൂല. അതേ സമയത്ത് ഫൈൻ സബത ഫീ ശൈഇൻ മിൻഹാ, ഈ പറഞ്ഞ 20 വ്യാഖ്യാനങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ സ്ഥിരപ്പെട്ടു വന്നാൽ, ഖബറുൻ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങളിൽ നിന്നൊരു ഹദീസ് സ്ഥിരപ്പെട്ടു വന്നാൽ, ഔ ഇജ്മാഉം മിൻ അഹ്ലി തഅ്വീൽ, ഖുർആൻ വ്യാഖ്യാതാക്കളിൽ നിന്ന് ഏകകണ്ഠമായ അഭിപ്രായം വന്നാൽ, ഹുക്കിമ ബി അന്നഹു ഹുവൽ മുറാദ്, വിധിക്കപ്പെടണം അത് തന്നെയാണ് അവിടെ ഉദ്ദേശം. ഒന്നും സ്ഥിരപ്പെട്ടില്ലെങ്കിലോ, ഈ കലാമു
എല്ലായിടത്തേക്കും ബാധകമാണ്. ഇന്നതാണ് ആ പറഞ്ഞത് എന്ന് തീർത്തു പറയാൻ പറ്റൂല. അവസാനം പറയുന്നു അങ്ങനെ പറയലാണ് ശരി. കാരണം അലിഫും ലാമുട്ടിട്ടാ പറഞ്ഞത് വശഫ്ഇ വൽ വത്ർ. അപ്പോ ഇരട്ട എന്ന അർത്ഥത്തിൽ വരുന്ന എല്ലാവും ഒറ്റ എന്ന അർത്ഥത്തിൽ വരുന്ന എല്ലാവും അതിൽ പെട്ടിട്ടുണ്ട്. നിങ്ങൾ നോക്ക്, ഖുർആനിലെ സൂറത്തുൽ ഫജ്റിലെ 3-ാമത്തെ ആയത്ത് നമ്മളിവിടെ തഫ്സീർ ചെയ്തപ്പോൾ ഏതെല്ലാം വിഷയങ്ങളാണ് കടന്നു വന്നത്? അതൊക്കെ വിശദമായി പറയണം. ഏതെല്ലാം വിഷയങ്ങളാണ് കടന്നു വന്നത്? ഖുർആനിന്റെ അർത്ഥവ്യാപ്തി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒറ്റൊന്നിനെയും അതല്ല എന്ന് പറഞ്ഞ് നിഷേധിക്കാൻ കഴിയാത്ത രൂപത്തിൽ ഒരുപാട് ഇൽമുകൾ ആ ഒരു ആയത്തിന്റെ പിന്നിൽ കടന്നു വന്നു. അടുത്തൊരു സത്യമുണ്ട്, 5-ാമത്തത് വല്ലൈലി ഇദാ യസ്ർ. വല്ലൈലി ഇദാ യസ്ർ, രാത്രി തന്നെയാണ് സത്യം. ആ രാത്രി ഇങ്ങനെ കഴിഞ്ഞു കിടക്കുമ്പോൾ പ്രത്യേകമായ അറിയിപ്പ് അല്ലാഹു തരുന്നുണ്ട്. അസ്തമയം കഴിഞ്ഞ ഉടനെ തന്നെ ഉള്ള ഇരുട്ട് ഒരു ചെറിയ മൂടലല്ല, കുറച്ച് കഴിയുമ്പോ, അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോ മാറ്റങ്ങൾ വരുന്നുണ്ട്. സൂര്യ അസ്തമിച്ച ഉടനെ തന്നെ പുറത്തേക്ക് നോക്കിയാൽ കണ്ണാണൂലേ? കാണും. കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ ആളുകൾ ഇങ്ങനെ പോകുന്നൊരു അടയാളം കാണൂലേ? കാണും. കുറച്ചുകൂടി കഴിയുന്നതിനനുസരിച്ച് ഇതിങ്ങനെ മാറുന്നുണ്ടല്ലോ. അപ്പൊ വല്ലൈലി ഇദാ യസ്ർ, രാത്രി തന്നെയാണ് സത്യം. ആ രാത്രി ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ എന്ത് നിങ്ങൾ മനസ്സിലാക്കണം? ഈ സഞ്ചാരത്തിന്റെ പിന്നിൽ ഒരു നിയന്താവുണ്ട്. അതാരാണ്? അള്ളാഹുവിന്റെ വലിയ ഖുദ്റത്തും വലിയ നിഅമത്തുമാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. എല്ലാ ജീവജാലങ്ങളും എല്ലാ സൃഷ്ടികളും ഉൾക്കൊള്ളുന്നുണ്ട് ഇത്. ഈ മാറ്റം, ഈ രാത്രിയെ അല്ലാഹു തആല ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഭാഗിച്ചത്, രാത്രി അല്ലാഹു സഞ്ചരിക്കുന്ന രാത്രിയും അതിന്റെ മുമ്പ് 10 രാവുകളെ പറഞ്ഞിട്ട് പിന്നെ സഞ്ചരിക്കുന്ന രാത്രി പറഞ്ഞത് നമ്മൾ പ്രത്യേകം ചിന്തിക്കാനും പഠിക്കാനുമാണ്. ആരെ വിളിച്ചും ചോദിക്കാം, സുഹൃത്തെ സൂര്യൻ അസ്തമിച്ചു, നീ ഒന്ന് പുറത്തേക്ക് നോക്കൂ. ചെറിയായ രൂപത്തിലൊക്കെ ആളുകളെ കാണുന്നുണ്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഒന്നുകൂടി നോക്കൂ, ആളുകൾ പോകുന്ന ചെറിയ അടയാളം കാണുന്നുണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരു മൂടൽ മഞ്ഞ് പോലെ തോന്നുന്നുണ്ട്. പിന്നെ ഏകദേശം ഒരു ഇശാഇന്റെ സമയമാകുമ്പോ ഏകദേശം നല്ലവണ്ണം കറുപ്പ് വന്നിട്ടുണ്ട്. ആ കറുപ്പ് തന്നെ 10 മണിയാകുമ്പോ കൂടിയിട്ടുണ്ടോ? 12 മണിയാകുമ്പോ പിന്നെയും കൂടി വരുന്നുണ്ട്. അപ്പൊ രാത്രി ഇങ്ങനെ സഞ്ചരിക്കുന്നതിനനുസരിച്ച് വരുന്ന ഈ മാറ്റം, ആ മാറ്റത്തിൽ നിന്ന് നന്നായി ഉൾക്കൊള്ളേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. രാത്രിയാണല്ലോ സഞ്ചരിക്കാൻ സുഖം. രാത്രിയുടെ പ്രയാണത്തെപ്പറ്റി പറഞ്ഞപ്പോൾ മഹാന്മാര് പറഞ്ഞു, പകലിന്റെ പ്രയാണം പറയാതെ രാത്രിയുടെ പ്രയാണം പറഞ്ഞത് ലിഅന്ന സൈറ ഫിൽ ലൈലി ഹാഫിദുൽ ലിസ്സായിരി മത്ന ഹർറി ശംസി. രാത്രി സഞ്ചരിക്കുന്നവന് സൂര്യന്റെ ചൂട് ഏൽക്കേണ്ടതില്ല. പകല് സഞ്ചരിച്ച ആൾക്ക് സൂര്യന്റെ ചൂട് നന്നായി കൊള്ളണം. രാത്രി അത് അസ്തമിച്ചു, തണുപ്പ് വരികയാണ്. മാത്രമല്ല രാത്രിയിലെ യാത്രക്ക് കുറച്ച് ബറക്കത്ത് കൂടുതലുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈക്കും ബിദ്ദുൽജ, നിങ്ങൾ രാത്രി യാത്ര ചെയ്യും. നീണ്ട യാത്രയാണെങ്കിൽ രാത്രി യാത്ര ചെയ്യുക. നീണ്ട യാത്ര സിയാറത്ത് തുടങ്ങുകയാണെങ്കിൽ തുടങ്ങാൻ നല്ലതേതാ? പകലല്ല, രാത്രിയാണ്. കാരണം രാത്രി അങ്ങനെ അങ്ങോട്ട് ഓടുമ്പോ ഫൈനൽ അർള തുതുവാ ബില്ലൈൽ, ഭൂമിയെ രാത്രി ചുരുട്ടപ്പെടുന്നുണ്ട്. രാത്രിയെ ഭൂമിയെ ചുരുട്ടപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ സഞ്ചാരത്തിന് വേഗത കിട്ടും. അല്ലാതെ പാലക്കാടുള്ള ഭൂമി അവിടെ തന്നെയാണ്, അതിപ്പോ കൊണ്ടോട്ടിക്ക് ഇങ്ങനെ ചുരുണ്ടുകൂടി വരുന്നല്ല. നമ്മുടെ സഞ്ചാരത്തിന് വേഗത കിട്ടും, ഉന്മേഷം കിട്ടും, ആവേശം കിട്ടും രാത്രി പോവുകയാണെങ്കിൽ. അതുകൊണ്ട് നിങ്ങൾ രാത്രി യാത്ര ചെയ്യാം. പൊതുവെ രാത്രിയിൽ പല ശല്യങ്ങൾക്കും കുറവുണ്ട് എങ്കിലും ചില ശല്യങ്ങളൊക്കെ രാത്രി കൂടുതലായി വരും. എന്നാലും പകലിലെ യാത്രയെക്കാളും നല്ലത് രാത്രിയിലെ യാത്രയാണ്. അവിടെ വേറൊരു കാരണം കൂടി പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് അള്ളാഹു യാത്ര ചെയ്യിപ്പിച്ചപ്പോ എപ്പോഴാ ചെയ്യിപ്പിച്ചത്? രാത്രിയാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗല ലിനുരിയഹു മിൻ ആയാതിനാ. വലിയ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടി അള്ളാഹു ആ കൊണ്ടുപോയത് രാത്രി സമയത്താണ്, പകലിലല്ല. ഇസ്രാ നടന്നത് രാത്രിയിലാണ്. അതുകൊണ്ട് തന്നെ രാത്രിക്ക് വലിയ മഹത്വം എല്ലാ അർത്ഥത്തിനും ലഭിച്ചിട്ടുണ്ട്.
പകലിനേക്കാളും കൂടുതൽ രാത്രി പരിഗണിക്കണം. ഇപ്പൊ ഈ പറഞ്ഞ സത്യവാചകങ്ങളിലൊക്കെ ഉള്ളിലൂടെ വരുന്ന ഏറ്റവും പ്രത്യേകമായ അർത്ഥം രാത്രിയാണ്. രാത്രിയെ പരിഗണിക്കണം. രാത്രി കേടുവരുത്താൻ പാടില്ല, രാത്രിയെ നശിപ്പിക്കാൻ പാടില്ല. രാത്രിയാണ് പൊതുവെ കേടുവരുത്താൻ ഉദ്ദേശിക്കുന്ന ആളുകളൊക്കെ ഉദ്ദേശിക്കുന്ന രാത്രിയാണ്. വിദേശ രാഷ്ട്രങ്ങളിലൊക്കെ പോയാൽ നിശാ ക്ലബ്ബുകളാണ്, പകൽ ക്ലബ്ബുകളല്ല കാണുന്നത്. നിശയുടെ നിശബ്ദതയിലാണ് ക്ലബ്ബുകൾ സജീവമാകുന്നത്. ആണും പെണ്ണും ഉടുത്തഴിഞ്ഞ് അഴിഞ്ഞാടുന്ന സന്ദർഭങ്ങൾ, മദ്യപാനികൾ കുടിച്ച് കൂസാകുന്ന സന്ദർഭങ്ങൾ, തസ്കരന്മാര് സ്വൈരവിഹാരം നടത്തുന്ന സന്ദർഭങ്ങൾ, എല്ലാത്തിനും രാത്രിയാണ് ഉപയോഗിക്കുന്നത് ഒരു മറയായിട്ട്. അള്ളാഹു രാത്രിയെ തന്നത് മൂടിപ്പുതച്ച് ഉറങ്ങാൻ മാത്രമല്ല, അതൊരു ലക്ഷ്യമാണ്. കൂട്ടത്തിൽ തസ്കുനൂഫി, നിങ്ങൾ അതിൽ സായുജ്യമടയണം. ആരോഗ്യ സംരക്ഷണത്തിന് കൂടുതൽ പഠിക്കുകയും വേണം രാത്രിയെപ്പറ്റി. മുമ്പൊരാൾ പറഞ്ഞില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോയപ്പോൾ കുറെ അടയാളങ്ങൾ കാണിച്ചു കൊടുക്കാനാന്ന് പറഞ്ഞപ്പോൾ തഫ്സീറുകളിലുണ്ട്, അവിടെയാണ് നബിമാരൊക്കെ പല നബിമാരും വന്നിറങ്ങിയ സ്ഥലം, കുറെ നബിമാർ അന്തി ഉറങ്ങുന്ന സ്ഥലം. അവിടെ രണ്ടാമത്തെ തഫ്സീറുണ്ട്, അവിടെ കുറെ പൂന്തോട്ടമുണ്ട്, കുറെ പുഷ്പങ്ങളുണ്ട്. അപ്പൊ നബിമാര് വന്നിറങ്ങിയ സ്ഥലം അവരുടെ മസാറുള്ളതാണ് എന്ന് പറയാൻ മടിയുള്ള ഒരാൾ പറഞ്ഞു, അത് ആ പൂന്തോട്ടം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് അള്ളാഹു മസ്ജിദുൽ അഖ്സയിലേക്ക് ആദ്യം കൊണ്ടുപോയത്. എന്നാ പിന്നെ അതിനാണെങ്കിൽ ഏറ്റവും നല്ലത് എപ്പോഴാ? പകലല്ലേ. അപ്പൊ അയാള് ന്യായം പറഞ്ഞു, അന്ന് നല്ല നിലാവുള്ള രാത്രി. അന്ന് നിലാവുണ്ടാവോ? 27-ാം രാവല്ലേ, 27-ാം രാവിലെ നല്ല നിലാവുണ്ടാവോ? എവിടെ നിലാവ്? അത് അയ്യാമു സൂദിൽപ്പെട്ട ദിവസാ, കറുത്ത രാവിൽപ്പെട്ട ദിവസമല്ലേ, കറുത്ത വാവിന്റെ ദിവസമല്ലേ. അപ്പൊ ഇയാൾ വളച്ചൊടിച്ച് പറയാൻ അന്ന് നല്ല നിലാവുണ്ടാവും രാത്രി, അപ്പൊ അത് കാണാൻ വേണ്ടി കൊണ്ടേതാണ്. ആ തഫ്സീർ സമ്മതിക്കാൻ കഴിയില്ലെങ്കിൽ സമ്മതിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ പോരെ. ഒരു വിദ്വാന് വളച്ചടിക്കാണ്. അവിടെ മഹാരഥന്മാർ രണ്ടഭിപ്രായം രേഖപ്പെടുത്തിയപ്പോ ആദ്യം പറഞ്ഞു, നബിമാര് വന്നിറങ്ങിയ സ്ഥലമാണ്. ഒരുപാട് നബിമാർ, പല നബിമാരും അതിന്റെ പരിസരങ്ങളിൽ അന്തി ഉറങ്ങുന്നുണ്ട്. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, ഈ പ്രഗത്ഭരായ നബിമാരൊക്കെ അതിന്റെ പരിസരത്തുണ്ട്. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാമും യാക്കൂബ് നബി അലൈഹിസ്സലാമും ഒക്കെ അവിടെയാണ്, ബൈത്തുൽ മഖ്ദിസിന്റെ പരിസരങ്ങളിലാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ചെയ്തു, ഞാൻ മസ്ജിദുൽ അഖ്സയിലേക്ക് പോകുമ്പോൾ റഅയ്തു മൂസ ഖായിമൻ യുസല്ലി ഫീ ഖബരിഹി, മൂസാ നബി അലൈഹിസ്സലാം ഖബറിൽ നിന്ന് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു. ഇരുന്നല്ല, നിന്ന് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു. സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസ്. അപ്പൊ ഇതുകൂടി വരുമ്പോ പിന്നെ വ്യാഖ്യാനിക്കാൻ മാർഗമില്ലാതാകാണ്. അപ്പൊ പിന്നെ ഹദീസ് തള്ളണം, ആ ഹദീസ് ശരിയല്ലാറാണ്, പിന്നെ അതേടെ പെടുത്തുള്ളൂ. ഇരിക്കട്ടെ, രാത്രിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വലിയ യാത്രക്ക് വേണ്ടി തിരഞ്ഞെടുത്ത്. പകലിൽ തിരഞ്ഞെടുത്താൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, പകലിൽ തിരഞ്ഞെടുത്ത മക്കക്കാർ അന്വേഷിച്ചൂലേ എവിടെ? രാത്രി പോയി ഇങ്ങോട്ട് തിരിച്ചു വന്നപ്പോ ഇത് വിശ്വസിക്കാൻ പല ആൾക്കാർക്കും പ്രയാസമായി. രാത്രി, അതിപ്പോ ഞാനിപ്പോ രാത്രി അങ്ങനെയൊക്കെ പോകല്ലേ ചില ആൾക്കാർ പക്ഷെ പറഞ്ഞു. അപ്പൊ ആ പറച്ചിൽ കൂടി ഇല്ലാതാക്കാൻ അല്ലാഹു തആലക്ക് നല്ലത് എന്തേന്നു, ഓലൊക്കെ ഇടേന്ന് പകലിൽ അങ്ങനെ ബുറാക്കിനെ കൊണ്ടുവന്ന് ആ ബുറാക്കിനെ ഓലൊക്കെ ഒറ്റ നോട്ടം കണ്ടിട്ട് ഒറ്റ പോക്ക് പോയാൽ ആ ശരിയാട്ടോ. അത് നമ്മളെ നാട്ടിൽ ഇതുവരെ കാണാത്തൊരു വാഹനമാണ്. ആ വാഹനത്തിന് വല്ലാത്ത സ്പീഡുണ്ട്. അപ്പൊ ആകയാൽ ഈ പറയുന്നതൊക്കെ വളരെ യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിക്കാൻ അവർക്ക് എളുപ്പമല്ലേ. പക്ഷെ അല്ലാഹു തആല അതിൽ ഈമാനുള്ളവരുടെ ഈമാൻ ഉറക്കാനും പുതിയതായി കടന്നു വരാനിരിക്കുന്ന ആളുകൾക്ക് ഊക്ക് കിട്ടാനും ഒക്കെ രാത്രിയല്ലേ. അതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര ചെയ്ത് വന്ന ഉടനെ തന്നെ ആദ്യമായി അവർ തെറ്റിക്കാൻ നോക്കിയത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്ത് പറഞ്ഞിട്ടും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാറൂല. അപ്പൊ മനസ്സിലാക്കി ഇതുകൊണ്ട് മാറാൻ സാധ്യതയുണ്ട്. കാരണം ബൈത്തുൽ മഖ്ദിസിലേക്ക് അവരൊക്കെ പോയി വരുന്നതാണ്. അതിനൊരു മാസം അല്ലെങ്കിൽ ഒരു മാസവും ചില്ലറ ദിവസം ആവശ്യമാണ്. അവിടെ പോയി എന്ന് മാത്രം പറഞ്ഞാണെങ്കിൽ കുറച്ചൊക്കെ സമ്മതിക്കായിരുന്നു. അവിടെയല്ല, ഏഴാൻ ആകാശം പോയി അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഹദ്റത്തിൽ ചെന്ന് അള്ളാഹുവുമായി സംവദിച്ചു, നിസ്കാരങ്ങൾ കിട്ടി, ആ വാർത്തയും വന്ന് പറയാം. അപ്പൊ അവര് വന്നിട്ട് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, പിന്നെ നിങ്ങൾ കേട്ടോ, എന്തേ നിങ്ങളെ സ്വാഹിബ്, നിങ്ങളെ കൂട്ടുകാരൻ ഇന്നലെ രാത്രി നമ്മളെ ഇവിടുന്ന് മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഇവിടുന്ന് പോയി എവിടേക്ക്? മസ്ജിദുൽ അഖ്സയിലേക്ക്. അവിടുന്ന് അങ്ങോട്ട് ഈ ആകാശത്ത് അങ്ങനെ അള്ളാഹുമായി കണ്ട് സംസാരിച്ച് തിരിച്ചു പോന്നു.
അപ്പോൾ ഒരു ചെറിയ ആശങ്കയില്ലാതെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, എൻ്റെ സ്വാഹിബ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ്, ഞാനത് അംഗീകരിച്ചു. ഇത് പറഞ്ഞപ്പോഴാണ് അവരാകെ വടിയായത്. കാരണം ഇനി എന്തു പറഞ്ഞാലും നടക്കൂല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ചെയ്ത ആളുകൾക്ക് മുന്നറിയിപ്പായിട്ട് ദൃഷ്ടാന്തമായിട്ട് നബി തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ കച്ചവട സംഘം ഇന്നാലിന്ന സ്ഥലത്ത് ഞാൻ പോകുമ്പോൾ അവര് ഒട്ടകത്തെ കാണാതെ അവിടെ തിരയുന്നുണ്ട്. ഞാൻ അവരെ വിളിച്ചിട്ടുണ്ട്, അവരെന്റെ ശബ്ദം കേട്ടിട്ടുണ്ട്. പലരും അപ്പോൾ പരസ്പരം പറഞ്ഞിട്ടുണ്ട്, ഹാദാ സൗത്ത് മുഹമ്മദ്, ഹാദാ സൗത്ത് മുഹമ്മദ്. നിങ്ങൾ കേട്ടില്ലേ, ഇത് മുഹമ്മദിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം ശബ്ദമാണല്ലോ അല്ലേ? അപ്പോലും പറഞ്ഞാ അതന്നെ, നമ്മൾ മക്കത്തുനിന്ന് കേട്ടാ പരിചയമുള്ള ശബ്ദം തന്നെയാണ്. എവിടെ ആളെവിടെ? ശബ്ദം കേട്ടോ ഉറപ്പാ. ആ കച്ചവട സംഘം എന്ന് തിരിച്ചെത്തും എന്ന് കൃത്യമായി പറഞ്ഞപ്പോ വീട്ടിലും കൂടി പോകാതെ അവർ എണ്ണിങ്ങനെ കഴിയും. തിങ്കൾ വന്നു, ചൊവ്വ വന്നു, എത്തുന്നില്ലട്ടോ. നബിതങ്ങൾ പറഞ്ഞ കറക്റ്റ് സമയത്ത് അവർ മക്കയിലേക്ക് അങ്ങ് എത്തിയപ്പോ എല്ലാവരും ഓടിപ്പോയിട്ട് ചോദിച്ചു, ഇത്ര ദിവസം രാത്രി സമയത്ത് ഇന്ന സമയത്ത് വാഹനം കാണാതെ തെരഞ്ഞിരുന്നു. നിങ്ങളെ വിളിച്ചിരുന്നോ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചിരുന്നു. ശബ്ദം കേട്ടിരുന്നോ? കുറച്ചൊക്കെ ബാക്കോട്ട് നിന്ന ആൾ മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇനി അപ്പുറത്തേക്ക് അന്വേഷണത്തിന്റെ ആവശ്യമില്ല. ഇതിപ്പോ ഇവർക്ക് തന്നെ ബോധ്യപ്പെട്ടു, അന്വേഷിച്ച് ബോധ്യപ്പെട്ടതല്ലേ. അങ്ങനെ നല്ല ഉറപ്പുള്ള ആൾക്കാർ ഇങ്ങോട്ട് വരട്ടെ. അതിനാണ് അല്ലാഹു തആല അങ്ങനെ തെരഞ്ഞെടുത്തത്. മറ്റേ നിങ്ങൾ ആലോചിച്ച് നോക്കി, പകലാണെങ്കിൽ എന്ത് സുഖ. ഇപ്പൊ അബൂ ജഹൽ, ഉത്ബ, ഷൈബ തുടങ്ങിയ ആൾക്കാരൊക്കെ നിൽക്കുമ്പോൾ ജിബ്രീൽ ഇപ്പൊ ബുറാഖ് കൊണ്ട് പകൽ വരാൻ പ്രയാസമുണ്ടോ? ബുറാഖ് കൊണ്ട് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരത്തെ ഒരു ശഖ്ഖു സദ്ർ നടന്നത് പകലാണല്ലോ അല്ലെ? ചെറുപ്പത്തിൽ ശഖ്ഖു സദ്ർ നടന്നത് പകലല്ലേ? അതേ സമയത്ത് പകലില് ഇങ്ങനെ ശഖ്ഖു സദ്ർ നടന്ന് ഓലൊക്കെ കണ്ട് ബുറാഖ് അങ്ങോട്ട് പോകുമ്പോൾ ഓലൊക്കെ നോക്കാണ്. ബുറാഖ് ശരിയാട്ടോ, ഇത്ര സ്പീഡാണ്, കണ്ണെത്തുന്ന ദൂരത്ത് കാലെത്തുക, വല്ലാത്ത സ്പീഡ് തന്നെയാണ്. പിന്നെ അവർ തിരിച്ചു വരാനാണ് കാത്തിരിക്കുക. അപ്പൊ പോയി എന്നുള്ളൊരു ശക്ക് ഉണ്ടാകൂല. പക്ഷേ അല്ലാഹു തആല തെരഞ്ഞെടുത്തത് പുണ്യം കണക്കാക്കുന്ന രാത്രിയിൽ തന്നെയാണ്. അത് ഈമാനുള്ളവരുടെ ഈമാൻ ഉറക്കാനും ഈമാൻ കൊള്ളാൻ ആഗ്രഹിക്കുന്ന ആളുകൾ തിരിച്ചു വരാനും വേണ്ടിയാണ് ആ രൂപത്തിൽ ചെയ്തത്. ആ രാത്രിയെ നമ്മൾ മാനിക്കണം. രാത്രിയെ പറ്റി ഇങ്ങനെ പറഞ്ഞപ്പോ രാത്രിയെ പ്രത്യേകം മാനിക്കണം, രാത്രിയെ ബഹുമാനിക്കണം. ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അൻഹു യഖ്സിമുൽ ലൈല സലാസത അജ്സാ, രാത്രിയെ മൂന്നായി ഭാഗിക്കാറുണ്ട്. നമ്മളും അങ്ങനെ രാത്രിയിൽ ഒരു ടൈം ടേബിൾ വേണം, രാത്രിയിൽ ഒരു കൃത്യത വേണം, തോന്നും പോലെ നടക്കരുത്. ജുസ്അൻ യനാമു ഫീഹി, ഒരു ഭാഗം രാത്രിയിൽ ഉറങ്ങും. വജുസ്അൻ യുതാലിഉൽ ഹദീസ്, വേറൊരു ഭാഗം രാത്രിയിൽ മഗ്രിബും ഇശാഉം ഉൾപ്പെടെ ശേഷവുമുള്ള ഭാഗം കിതാബ് ഓതാനും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും മറ്റു ഇമാമിയങ്ങളുടെ കിതാബുകളൊക്കെ നോക്കാനും റിസർച്ച് ചെയ്യാനും ആ സമയം. ഇശാ നിസ്കാരം കഴിഞ്ഞ് കുറച്ച് ടൈം കഴിഞ്ഞാൽ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഉറങ്ങുന്നു രാത്രിയിലെ മൂന്നിലൊരു ഭാഗത്ത്. വജുസ്അൻ യതഹജ്ജദു ഫീഹി, കറക്റ്റ് പറയുകയാണെങ്കിൽ റമളാനിൽ നമുക്ക് അങ്ങനത്തെ ഒരു തർത്തീബ് വന്നിട്ടുണ്ട്. നോമ്പ് തുറ, അത് കഴിഞ്ഞാൽ നമ്മൾ പള്ളിയിലേക്ക് നല്ല വസ്ത്രങ്ങൾ മാറ്റി അത്തർ തേച്ച് സുഗന്ധങ്ങളൊക്കെ പുരട്ടി നല്ല ഉളുവെടുത്ത് വൃത്തിയായി ഒന്ന് കുളിച്ചു. റമളാനിലെ രാത്രിയിലെ കുളി, സുന്നത്തായ കുളി കുളിച്ചു ആവേശത്തോടെ തറാവീഹിന് വേണ്ടി. തറാവീഹ് നിസ്കാരം കഴിഞ്ഞ് ചെറിയൊരു ഭക്ഷണം കഴിച്ചു. അപ്പൊ ആ ഒരു ഭാഗം അങ്ങനെ തന്നെ മുതലായി, ഇബാദത്തിന് വേണ്ടി എന്ന് പറഞ്ഞതിൽ പെട്ടു. രണ്ടാമത്തൊരു ഭാഗം നമ്മൾ ഉറക്കിലേക്ക് നീങ്ങുന്നു. മൂന്നാമത്തൊരു ഭാഗത്തിന്റെ അവസാനത്തിൽ നമ്മൾ എഴുന്നേൽക്കുന്നു, അത്താഴം കഴിക്കുന്നു, നിസ്കരിക്കുന്നു, ഇസ്തിഗ്ഫാർ ചൊല്ലുന്നു. മിച്ചമുള്ള സമയത്ത് ഖുർആൻ ഓതുന്നു. പിന്നെയും നമ്മൾ പള്ളിയിലേക്ക് പോകുന്നു, സുബഹി നിസ്കരിക്കുന്നു. ആ സമയം കൂടി നമുക്ക് മുതലാകുന്നു. ഇതേ സമയം, ഇതേ സന്ദർഭം അല്ലാത്ത സന്ദർഭങ്ങളിൽ നമ്മൾ ഉപയോഗിക്കണം. ഷാഫി ഇമാം റളിയല്ലാഹുവിന്റെ റമളാനിലെ പതിവല്ല ഈ പറഞ്ഞത്. പിന്നെയോ മഹാനവർകൾ പറഞ്ഞത് മൊത്തം ജീവിതത്തിലെ കണക്കനുസരിച്ചാണ്. ജീവിതത്തിലെ ടൈം മുഴുവനും അങ്ങനെ നീക്കിയിരുന്നു. രാത്രി, ഞാൻ ഇന്നലെ പറഞ്ഞത്, രാത്രി ആളുകൾ രാത്രിയെ കൊല്ലുകയാണ്. സുവർണ സന്തോഷമുള്ള ആ സമയങ്ങളൊക്കെ ജീവിതത്തിൽ നമ്മൾ തകർക്കുക. അതുകൊണ്ട് നമ്മുടെ യുവത്വകാലത്ത് രാത്രിയിൽ കിട്ടേണ്ട 4-5 മണിക്കൂർ ഉറക്കം, പ്രിയപ്പെട്ട യുവാക്കളോട് ഞാൻ പറയട്ടെ,
ആരോഗ്യം പിൽക്കാലത്തേക്ക് വേണമെന്ന ഉദ്ദേശത്തോടു കൂടെ തന്നെ നമ്മൾ ആ 4-5 മണിക്കൂർ ഉറങ്ങണം. റമദാൻ ഷരീഫായിട്ട് പോലും 2 മണിയാകുന്ന നേരം വരെ നമ്മൾ റിസർച്ച് ചെയ്തിരിക്കരുത്. എല്ലാം തൊഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നാട്ടിൽ ആരുടേതെല്ലാം വാട്സപ്പ് ഉണ്ടോ അതിൻ്റെ നമ്പർ മുഴുവനും വാങ്ങും. എന്നിട്ട് ആരൊക്കെ ഹോ ഹി ഹൂ പറഞ്ഞു അതൊക്കെ നോക്കുക. ഒരു ഫായിദയില്ല. എത്രയോ ആൾക്കാർ എന്നോട് വാട്സപ്പിൻ്റെ നമ്പർ ചോദിച്ചു, ഞാൻ കൊടുത്തിട്ടില്ല. കാരണം അവർ പറഞ്ഞ പി ഒക്കെ കേൾക്കാൻ നേരല്ല. അതന്നെ ഒന്നാമത്. എന്തെങ്കിലും ഫായിദ ഉള്ളത് പറയുകയാണെങ്കിൽ കേട്ടാൽ ഒരു കൂലെങ്കിലും കിട്ടുമായിരുന്നു വെക്കാം. എന്ത് ഫായിദ? അല്ലെ ഫായിദ ഉള്ളവർ എഴുതി വിടുന്നത് എവിടെ? അധിക ആളും അടിക്കുറിപ്പ് എഴുതുന്നത് എങ്ങനെ? ഫായിദ ഇല്ലാത്തല്ലേ. അടിക്കുറിപ്പ് എഴുതാനൊരു പണിയില്ല. നമ്മളിപ്പോൾ ഒരു വാലിൻ്റെ സദസ്സിൽ ലേലം വിളിക്കുകയാണെങ്കിൽ അപ്പോൾ ഫോട്ടോ എടുക്കുന്ന ആൾക്കാരോട് പറയും ഫോട്ടോ എടുക്കല്ലേ എന്ന് പറയും. കാരണം ലേലം വിളിക്കുന്ന ഒരു ചരങ്ങയാണെങ്കിൽ അതിന് അടിക്കുറിപ്പ് എഴുതും, അതിൻ്റെ താഴെ ഫോട്ടോ എടുത്ത് അത് ഷെയർ ചെയ്ത് വിടും. ഒരു മനുഷ്യൻ മരിക്കുകയാണെങ്കിൽ എങ്ങനെ മരിക്കുക എന്നുള്ളത് ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കുക. വണ്ടി തട്ടുമ്പോൾ കാര്യമായിട്ട് അവിടെ പണി എന്താ? വണ്ടി തട്ടിയിട്ട് എത്ര രക്തം ഒഴുകുന്നുണ്ട്, എത്ര മിനിറ്റ് കൊണ്ടാണ് അയാളെ റൂഹ് പിരിയുന്നത്, അത് ഫോട്ടോ എടുക്കുക. അവിടെ അതൊന്ന് നിർത്തിയിട്ട് ആ മനുഷ്യനെ സഹായിക്കാൻ പെട്ടെന്ന് ആ മനുഷ്യന് സംരക്ഷണം നൽകാനുള്ള ബോധമല്ല. നിങ്ങൾക്ക് മനുഷ്യന്മാരെ ബോധം പോയില്ലേ? മനുഷ്യന്റെ ബോധം പോയി. ട്രെയിൻ തട്ടി ഒരാൾ അകലേക്ക് തെറിച്ചപ്പോൾ ആ തെറിച്ച ആളെ ഫോട്ടോ എടുക്കുകയാണ്. അവിടെ എത്ര മിനിറ്റ് കൊണ്ടാണ് അയാളെ റൂഹ് പിരിയുന്നത് അല്ലേ? മുമ്പ് കീശേരങ്ങാടിയിൽ ആന ഓടിയില്ലേ? അപ്പോൾ ഒരാൾ എനിക്ക് മൊബൈൽ കാണിച്ചു. ഞാൻ ചിന്തിച്ചു, ഈ ആന ഓടുമ്പോൾ മനുഷ്യന്മാർക്ക് ഇത് ഫോട്ടോ എടുക്കാനുള്ള പണി. രാത്രി സമയത്ത് കീശേരങ്ങാടി ഒരു ആന ഓടിയല്ലോ, ആ ഓടി. അപ്പോൾ കുറേ ആൾക്കാർ ഇത് കാണിച്ചു തന്നപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇത് കാണിച്ചു തന്നപ്പോൾ ഞാൻ ചിന്തിക്കണം എന്താ, അപ്പോഴും മനുഷ്യന്മാർക്ക് ഈ ആനനെ ഒരു ഭാഗത്ത് പിടിച്ചു കെട്ടാനോ തളക്കാനുള്ള പൂതിയല്ല. ഇത് എവിടേക്കും വരെ ഓടും, അത് ഫോട്ടോ എടുക്കുക. ഏതെല്ലാം ഓർഡർസ് തട്ടിയിട്ടാണ് ഓടുന്നത്, ഏതെല്ലാം മനുഷ്യന്മാർ അന്തം വിട്ട് എവിടേക്കൊക്കെ ഓടുന്നത്, ഇത് ഫോട്ടോ എടുക്കാൻ പാടും. അപ്പം മനുഷ്യന്റെ അന്തം പോയി, തീർത്തു. രാത്രി സമയത്താണ് ആ അന്തം ഏറ്റവും കൂടുതൽ നശിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം പകൽ സമയത്ത് അത്ര കിട്ടൂല, ജോലിക്കോ മറ്റോ പോകേണ്ടി വരും. രാത്രി ഒഴിവാന്നുള്ള കണക്കാക്കി രാത്രി 2 മണി വരെ അല്ലെങ്കിൽ 2:30 മണി വരെ അതിൽ കളിച്ചിരിക്കുന്ന പരിപാടിയാണ്. നോമ്പ് കാലത്ത് മാത്രമല്ല, അല്ലാത്ത കാലത്ത്. നമ്മൾ ആ രാത്രിയെ മാനിച്ചിട്ടില്ലെങ്കിൽ ചെറുപ്പക്കാരെ, നമ്മുടെ ആരോഗ്യത്തിന്റെ നല്ല ഒരു ശതമാനം 40-ന് ശേഷം പിന്നെ നമുക്ക് മുതലെടുക്കാൻ കഴിയൂല. അവിടെയാണ് നമ്മുടെ വിഷയം വരുന്നത്. മിക്ക ആളുകളും രോഗഗ്രസ്തരായി മാറുന്നത് കാണുന്നില്ലേ? എന്താ അതിന്റെ കാരണം? ഉറക്ക് അതിന്റെ യഥാർത്ഥ അളവ് പ്രകാരം ലഭിക്കുന്നില്ല. ഏത് രോഗിയെ പറ്റിയും ഡോക്ടർമാർ ചോദിക്കുന്ന ചോദ്യം എന്താ? ഉറക്കമുണ്ടോന്ന് ചോദിക്കൂലേ? ഉറക്കമുണ്ടോ? ആ, ഉറക്ക രാത്രി ഉണ്ട്. എന്നാ ചെറിയ ഗുളിക കുടിച്ചാൽ മതി, ഉറക്കമുണ്ടല്ലോ. കാരണം ആ ഉറക്കം ആരോഗ്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം. അത് കിട്ടുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. കിട്ടാത്തൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാത്രി പരിഗണിക്കണം. ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, ലൗലാ മുദാക്കറത്തുൽ ഇഖ്വാനി ഫിൽ ഇൽമി വത്തഹജ്ജുദു ഫിൽ ലൈലി മാ അഹ്ബബ്തുൽ ബഖാഅ ഫി ഹാദിഹി ദാർ. രാത്രി സമയത്ത് ഇൽമിന്റെ ചർച്ച നടത്തലും തഹജ്ജുദ് നിസ്കരിക്കലും ഇല്ലെങ്കിൽ ഈ ഭൂമിയിൽ ജീവിക്കാൻ എനിക്ക് താല്പര്യമുണ്ടാകൂല. ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കാൻ താല്പര്യപ്പെട്ട് തന്നെ 2 വിഷയങ്ങൾ ഉള്ളത് കൊണ്ടാണ്. അത് ഇൽമിന്റെ ചർച്ചയ്ക്ക് വേണ്ടി ഉലമാ വരും, പണ്ഡിതന്മാർ വരും, ഹദീസ് അവർക്ക് പറഞ്ഞു കൊടുക്കും, സംശയങ്ങൾ അവർ ഉന്നയിക്കും, അതിന് മറുപടി പറയും, തഫ്സീർ ചോദിക്കും, മറുപടി പറയും, വ്യത്യസ്ത മേഖലകളെ പറ്റി ചർച്ച നടക്കും. അതും രണ്ടാമത്തെ ഒന്ന് രാത്രിയിലെ തഹജ്ജുദാണ്. അത് രണ്ടുമില്ലെങ്കിൽ ഈ നാട്ടിൽ ജീവിക്കാൻ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അത് രണ്ടും ഉള്ളത് കൊണ്ടാണ് കുറച്ചു കാലം ഞാൻ ജീവിക്കുന്നത് എന്ന് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറയുമ്പോ രാത്രിയെ പറ്റിയുള്ള പാഠം മറക്കരുത്. ഈ സത്യവാചകങ്ങളൊക്കെ ഉന്നയിച്ച ശേഷം അള്ളാഹു ചോദിക്കുന്നു, ഹൽ ഫീ ദാലിക ഖസമുൽ ലിദീ ഹിജ്ർ, ഹൽ ഫീ ദാലിക, ഈ പറഞ്ഞ സത്യസാക്ഷ്യങ്ങളിൽ ഇല്ലയോ ഖസമുൽ ലിദീ ഹിജ്ർ, ബുദ്ധിയുള്ളവന് പഠിക്കാനില്ലയോ? ലിദീ ഹിജ്ർ എന്ന് പറഞ്ഞ ബുദ്ധിയുള്ളവനാണ് ദീ ഹിജ്ർ എന്ന് പറഞ്ഞത്. ശരിക്കും നിങ്ങൾ നോക്ക്, ഹിജ്ർ എന്ന് പറഞ്ഞാൽ ശരിക്ക് തടസ്സം എന്നാണല്ലോ അതിന്റെ അർത്ഥം. കല്ല് എന്ന് നമ്മൾ പറയലുണ്ട് ഹജറിന്, അതിന്റെ മറ്റൊരു ഭാഷയാണ് ഹിജ്ർ. ശരിക്കതിന്റെ അർത്ഥം അഖ്ല്, ബുദ്ധി എന്നാണ്.
ബുദ്ധിക്കെന്താ ഹിജ്ർ എന്ന് പേര് വെക്കാൻ കാരണം? ലിഅന്നഹു യംനഉ അനിൽ വുഖൂഇ ഫീമാ ലാ യംബഗി. ഒരു സ്ഥലത്ത് തടസ്സമുണ്ടായാൽ പിന്നെ അങ്ങോട്ട് പ്രവേശിക്കാൻ കഴിയൂല, അവിടെ ബ്ലോക്കായിട്ടുണ്ട് എന്ന് പറയും. ഇതേപോലെ ബുദ്ധി ആവശ്യമില്ലാത്തതിൽ പ്രവേശിക്കുന്നതിന് ബുദ്ധി തടസ്സമാണ്. ബുദ്ധിക്ക് തന്നെ അഖ്ല് എന്ന് പേരുണ്ട്, നഹിയത്ത് എന്നും പേരുണ്ട്. കാരണം ഉൾക്കൊള്ളുന്നത് എന്ന അർത്ഥത്തിലാണ് അഖ്ല് എന്ന് പേര് വെക്കുന്നത്. നഹിയത്ത് എന്ന് പറഞ്ഞാൽ ഓരോ കാര്യവും തിട്ടപ്പെടുത്തി മനസ്സിലാക്കുക എന്ന അർത്ഥത്തിലാണ് ഉലുന്നുഹ, ബുദ്ധിമാന്മാർ എന്ന് പേര് വെക്കുന്നത്. ഇരിക്കട്ടെ, ബുദ്ധിയുള്ള ആളെപ്പറ്റി, ബുദ്ധിയുള്ള ആളെന്ന് മാത്രമല്ല നിയന്ത്രിക്കാൻ കഴിവുള്ള ആളെപ്പറ്റി അറബികൾ പറയും ഇന്നഹു ലദൂ ഹിജിരിൻ. ഇന്നഹു ലദൂ ഹിജിരിൻ, അയാൾ നല്ല ബുദ്ധിയുള്ളവനാണ്. ഏത് ബുദ്ധി? ഇദാകാന ഖാഹിറൻ ലിനഫ്സിഹി ലാബിതൻ ലഹാ, സ്വേച്ഛതയെ കീഴ്പ്പെടുത്തി അതിനെ ക്ലിപ്തപ്പെടുത്തി മുന്നോട്ട് നീങ്ങാനുള്ള കഴിവുണ്ടെങ്കിൽ അങ്ങനെ പറയും, ബുദ്ധിയുള്ള ആളാണെന്ന് പറയും. ഈ ബുദ്ധിയുള്ള ആളുകൾക്ക് ഈ വിഷയത്തിൽ പഠിക്കാനില്ലേ? ഉണ്ട്. എന്താ പഠിക്കാനുള്ള ഏറ്റവും വലിയ പാഠം? ഇങ്ങനെ വിഭജിച്ച, ഇങ്ങനെ പ്രത്യേക സൗന്ദര്യമുള്ള രാവിനെയും പ്രത്യേകം ബഹുമാനിക്കേണ്ട പത്തുകളെയും അതുപോലെ തന്നെ ഒറ്റയെയും ഇരട്ടയെയും വിഭജിച്ച ആള് ആരാണ്? ഖാലിഖായ റബ്ബാണ്. അപ്പോൾ ഈ സത്യം ചെയ്തിട്ടവൻ അള്ളാഹുവിന്റെ ഖുദ്റത്ത് മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ കഴിവും കമാലിയത്തും മനസ്സിലാക്കണം. ഈ ആയത്ത് അറിയിക്കുന്നത് അങ്ങനെയാണ്. വല്ലാത്തൊരു സത്യമാണ് ഇവിടെ നടത്തിയത്. ഒന്നല്ല, തുരുതുരാ സത്യങ്ങളാണ്. സത്യം ചെയ്ത ശേഷം അള്ളാഹു പഠിപ്പിക്കുന്ന പാഠമെന്താണെന്നറിയോ? അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്. നമ്മോടൊക്കെ പറയുന്നു അലം തറ, അറിഞ്ഞിട്ടില്ലയോ, കണ്ടിട്ടില്ലയോ എന്ന് ചോദിച്ചാൽ കാണാനെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹയാത്തിലില്ല. തങ്ങളെ അല്ലാഹു തആല ജനിപ്പിച്ചിട്ടില്ല. പിന്നെ ഈ ചോദിച്ചതിന്റെ അർത്ഥം കണ്ടതുപോലെ അറിഞ്ഞിട്ടില്ലയോ എന്നാണ്. അതാണ് അലം തറ കൈഫ ഫഅല റബ്ബുക്കന്റെ അവിടെയും അലം തറ പറഞ്ഞാൽ ഇവിടെയും അലം തറ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്. തങ്ങളുടെ നാഥൻ രക്ഷിതാവ് ആദ് ഗോത്രത്തെ എന്താണ് ചെയ്തത്, എങ്ങനെയാണ് ചെയ്തത് എന്ന് അറിഞ്ഞിട്ടില്ലയോ? എങ്ങനെ അറിഞ്ഞു? പരമ്പരാഗതമായി കിട്ടിപ്പോന്ന ഇൽമു കൊണ്ട് അറിഞ്ഞു. പൂർവകാലത്ത് ജീവിച്ച വൻ ശക്തികളായ ഈ സമൂഹങ്ങൾ അവരുടെ അധപ്പതനങ്ങളെപ്പറ്റി അങ്ങനെ കൈമാറിപ്പോന്ന ഇൽമുണ്ട്, കുറവില്ലാതെ മാറ്റമില്ലാതെ. ശിക്ഷകളെപ്പറ്റി ആ ഇൽമനുസരിച്ച് ആ ഇൽമു മക്കക്കാർക്കും മദീനക്കാർക്കും ഒക്കെ കിട്ടിയിട്ടുണ്ട്. കൂട്ടത്തിൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അള്ളാഹു അറിയിച്ചു കൊടുത്തത് കൊണ്ടും ആ ഇൽമുണ്ട്, പരമ്പരാഗതമായി അറിയിച്ചിട്ടും ആ ഇൽമു കിട്ടിയിട്ടുണ്ട്. അള്ളാഹു ആദ് ഗോത്രക്കാരെ എങ്ങനെ ശിക്ഷിച്ചു, സമൂദ് ഗോത്രക്കാരെ എങ്ങനെ ശിക്ഷിച്ചു, ഫിർഔനിനെ എങ്ങനെ ശിക്ഷിച്ചു, അവരാ ശിക്ഷിച്ച പഠനങ്ങൾ അത് ശരിക്ക് തങ്ങളുടെ മുന്നിലുള്ള സമൂഹത്തിന് പറഞ്ഞു കൊടുക്കണം. അവരെ ശിക്ഷിച്ചത് അള്ളാഹു അല്ലേ, റബ്ബല്ലേ, അതുപോലെ ഇവരെ ശിക്ഷിക്കാനും അള്ളാഹു തആലക്ക് കഴിവുണ്ട്, അത് മറക്കരുത്. ആ ശിക്ഷകൾ അള്ളാഹു ഇപ്പോഴും ഈ സമൂഹത്തിൽ തരാൻ കഴിവുള്ളവനാണ്. ഫസയുഅസ്സിബു കുഫാറ ഖൗമിക അയ്ളൻ, നബിയെ തങ്ങളുടെ ജനതയിലുള്ള കാഫിരീങ്ങളെ അള്ളാഹു ശിക്ഷിക്കും. ലിസ്തിറാഖിഹിം ഫീമാ യൂജിബുഹു മിനൽ കുഫ്രി വൽ മആസി. മുൻഗാമികളോട് ഇവരും പങ്കുകാരാണ്. അവർക്കും കുഫ്രിയത്തുണ്ട്, അവർക്കും മാസിയത്തുണ്ട്. ഇവർക്കും കുഫ്രിയത്തുണ്ട്, ഇവർക്കും താന്തോന്നിത്തരമായ അവസ്ഥകളുണ്ട്. അതുകൊണ്ട് അവരെ ശിക്ഷിച്ചതുപോലെ ഇവരെയും ശിക്ഷിക്കും. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്. ആദ് ഗോത്രക്കാർ. ആദ് എന്ന് പറഞ്ഞാൽ ആരാ? ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം. നൂഹ് നബിന്റെ മകൻ സാമിന്റെ സന്താന പരമ്പരയിൽ വരുന്നതാണ് ആദ്. ആദ് ബിൻ ഔസ്. ആദ് ബിൻ ഔസ് ബിൻ ഇറം ഇബ്നു സാം ബിൻ നൂഹ് അലൈഹിസ്സലാം. ഹൂദ് നബിന്റെ ഖൗമാണ് ഈ പറഞ്ഞ ആദ് ബിൻ ഔസ്. ഖുർആനിൽ 2 തരം ആദ് പറയപ്പെട്ടിട്ടുണ്ട്. ഇബ്നു കസീർ പറഞ്ഞു, ഖുർആനിൽ വന്ന ആദുകളൊക്കെ എല്ലാ ആദുകളും
ഹൂദ് നബി അലൈഹിസ്സലാമിന്റെ ആദ് ഗോത്രത്തെ പറ്റിയാണ് അഹ്ഖാഫ് സൂറത്തിൽ വന്നതൊഴികെ. അത് ആ ആദ് ഗോത്രത്തെ പറ്റിയല്ല, വേറൊരു ആദ് ഗോത്രത്തെ പറ്റിയാണ് അഹ്ഖാഫ് സൂറത്തിൽ പറഞ്ഞത്. മാറ്റമുണ്ട്. ബാക്കി ഖുർആനിൽ വന്നിടത്തുള്ള ആദ് ഗോത്രങ്ങളൊക്കെ ഹൂദ് നബി അലൈഹിസ്സലാമിന്റെ ഖൗമിനെ പറ്റിയാണ്. ഹൂദ് നബി അവരെ ക്ഷണിച്ചു, അവർക്ക് നന്നായി ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചു. ആദ്, സമൂദ്, ഫിർഔൻ, അവരുടെ സമൂഹം, അവരെ നശിപ്പിച്ച കഥകൾ അല്ലാഹു പറയുന്നുണ്ട്. ഇരിക്കട്ടെ, അത് എല്ലാവർക്കും ഒരു പാഠമാണ്. മുഅ്മിനീങ്ങൾക്ക് ഇതെങ്ങനെ പാഠമാകുന്നത്? ഓല് ഈമാന്റെ മേൽ ഉറച്ചു നിൽക്കണം. വലിയകൂന ബഅസൽ ലിൽ മുഅ്മിനീന അലസ്സബാത്തി അലൽ ഈമാൻ. വിശ്വാസികൾക്ക് ഈമാനിൽ ഉറച്ചു നിൽക്കാൻ ഇതൊരു പ്രേരണയാണ്. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാത്തിൽ ഇമാദ്. ആദ് ഗോത്രത്തെ എന്ത് ചെയ്തു എന്ന് നിങ്ങൾക്കറിയൂലേ നബിയെ? നിങ്ങളുടെ രക്ഷിതാവ് എന്ത് ചെയ്തു എന്ന് നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ? ഇറം അഥവാ ഇറം ഗോത്രത്തെ. ആദ് എന്നത് ഒരു ഉപ്പാപ്പയുടെ പേരായതുപോലെ ഇറം എന്നതും ഒരു ഉപ്പാപ്പയുടെ പേരാണ്. അല്ലെങ്കിൽ ഇറം എന്ന് പറയുന്നത് സന്താന പരമ്പരകൾക്ക്. ഇറമിന്റെ സന്താന പരമ്പരകളായ ആദ് ഗോത്രം. കാരണം ആദിന്റെ വാപ്പാര എണ്ണുന്ന കൂട്ടത്തിൽ ഇറം അപ്പുറത്തുണ്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഇറം എന്നത് ഇസ്മു ബൽദത്തിഹിം, അവരെ നാട്ടിന്റെ പേരാണ്. ഇറം നാട്ടുകാര്. ആ ഇറം നാട്ടുകാരെ അല്ലാഹു തആല ശിക്ഷിച്ചത് എങ്ങനെയെന്നറിയില്ലേ? ദാത്തിൽ ഇമാദ്, വലിയ വലിയ നീളമുള്ളവരായ ഒരു തഫ്സീറാണത്. വൻമരങ്ങളായ ആൾക്കാർ. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറഞ്ഞില്ലേ, കഅന്നഹും ആജാസു നഖലിൻ ഖാവിയ. കാറ്റടിച്ച് വീശിയിട്ട് ആദ് ഗോത്രക്കാരെ നശിപ്പിച്ചപ്പോൾ അതിനെപ്പറ്റി അല്ലാഹു പറഞ്ഞു, വലിയ ഈന്തപ്പന മരങ്ങൾ കടപുഴകി വീണതുപോലെയുണ്ട്. വലിയ മരങ്ങൾ അതിന്റെ വേരടക്കം പറഞ്ഞു വീണ അങ്ങനെ ഉണ്ടാവും. വലിയ വലിയ മരങ്ങൾ അതേ രൂപത്തിൽ നല്ല നീളമുള്ള ആളുകളല്ലേ, കാറ്റടിച്ച് വീശിയിട്ട് അവരങ്ങോട്ട് നശിപ്പിച്ചതാണ്. അപ്പൊ നീളം കൂടിയ ആളുകൾ എന്ന അർത്ഥത്തിൽ ദാത്തിൽ ഇമാദ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവർക്കൊരു സ്വഭാവമുണ്ട്. നല്ല നീളമുള്ള ടെന്റുകൾ ഇവർ കെട്ടും, ഹൈമകൾ, നല്ല ഉയരമുള്ള തൂണുകൾ ഉണ്ടാക്കും. അതേ, ആ തൂണുകളെ പറ്റി പറഞ്ഞതാണ് അങ്ങനെ എന്നും പറഞ്ഞിട്ടുണ്ട്. അവർ ഒരുപാട് തൂണുകൾ ഉണ്ടാക്കും നീളത്തിനനുസരിച്ച്. അവരെ നീളം പറഞ്ഞപ്പോ ചില പണ്ഡിതന്മാർ പറഞ്ഞു അവർക്ക് 400 മുഴം നീളമുണ്ട് എന്ന് രേഖപ്പെടുത്തപ്പെട്ടവരുണ്ട്. അതേ സമയത്ത് ചില ഖുർആൻ പണ്ഡിതന്മാർ അതിനെ ഗണ്ണിച്ചിട്ടുണ്ട്. കാരണം ഒരു ഹദീസിൽ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നീളത്തെപ്പറ്റി പറഞ്ഞപ്പോൾ ആദം നബിക്ക് എത്ര മുഴം നീളം? 60 മുഴം. പിന്നെ അതിന്റെ താഴോട്ട് ഇങ്ങനെ ചുരുങ്ങി 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 വരാണ് എന്ന ഒരു വർത്തമാനം ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ ആ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞു ഇവർക്ക് നീളുണ്ടെങ്കിലും അത്ര നീളം ഉണ്ടാകൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേ സമയത്ത് ഖുർആൻ പണ്ഡിതന്മാരിൽ നല്ലൊരു പക്ഷം പറഞ്ഞിട്ടുണ്ട് ഇവർക്ക് നല്ല നീളമുണ്ട്. 100ഉം 160ഉം 200ഒക്കെ മുഴമുള്ള ആളുകൾ. ആ മുഴത്തിനനുസരിച്ച് അവർ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുക, നല്ല ഹൈമകൾ. നമ്മളെ നാട്ടിലൊന്നും അത്തരത്തിൽ വലുതുണ്ടാക്കാൻ പെട്ടെന്ന് കഴിയൂല. അവർക്ക് നീളം കൂടുതലുള്ളതുകൊണ്ട് ക്രെയിനിന്റെ ആവശ്യമില്ലല്ലോ, കോണിന്റെ ആവശ്യമില്ല, ഒരു കോണിന്റെ ആവശ്യമില്ല. അവരെന്നെ എടുത്തങ്ങൾ വെച്ചാൽ പോരെ മേലോട്ട്, താഴെ മുതൽ മേലോട്ട്. അപ്പൊ 60 മുഴം എന്ന് പറഞ്ഞാൽ 60 മുഴം തന്നെ നിങ്ങൾ കൂട്ടി നോക്കൂ. ഈ പള്ളിന്റെ നീളം മൊത്തം 60 മുഴം ഉണ്ടാവും. 60 ഉണ്ടോ? എവിടെ 60? ഈ ചുമരൊന്ന് കൂട്ടി നോക്കി എത്ര പൊതുണ്ടാകുക? കുറഞ്ഞ മുഴയേ ഉള്ളൂ. ഏകദേശം ഇനി കൂട്ടി പോയാൽ ഒരു 35-40 ഉണ്ടാവും. ഇനി അവിടുന്ന് അങ്ങോട്ട് മേലോട്ട് കൂട്ടണ്ടേ? 60 ആണെങ്കിൽ തന്നെ. അപ്പൊ അവർക്ക് നമ്മളെ നാട്ടിലൊക്കെ വന്നാൽ തേങ്ങ പറിക്കാൻ നല്ല സുഖമാണ്. അവർക്ക് എല്ലാ പണികൾക്കും അല്ലാഹു തആല കൊടുത്ത സൗകര്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളെപ്പോലെ ഒരു വാഹനം വേണ്ട കല്ല് ഏറ്റിക്കൊണ്ടു പോകാൻ. കാരണം കല്ല് ഇവിടുന്ന് എടുത്ത ഒരാൾ അങ്ങോട്ടിട്ട അവിടുന്ന് അങ്ങോട്ടിട്ട കിലോമീറ്റർ എത്രയായി? ഓരോരുത്തർ കൈമാറിയാൽ തന്നെ എത്ര എത്തും? ദൂരത്തേക്ക് എത്തൂലേ? ഉയരങ്ങളിലേക്ക് ആ കല്ല് വെക്കണമെങ്കിൽ അതിനൊരു ചുമട് ചുമക്കുന്ന ആളെ വിളിക്കണ്ട, അത്രയും ഉയരല്ലേ. ഈ ഉയരമുള്ള ആളുകൾ ഇവര് കൊട്ടാരങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കിയതാണ്. ആദ് എന്ന് പറയുന്ന ഉപ്പാപ്പക്ക് 2 മക്കളുണ്ടായിരുന്നു എന്ന് കാണാം തഫ്സീറിൽ. ഒരു മകന്റെ പേര് ഷദീദ്, ഇമാം അബൂ സഊദ് റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നു. വേറൊരു മകന്റെ പേര് ഷദ്ദാദ്.
അവർ ഒരുപാട് കാലം രാജ്യം ഭരിച്ചവരാണ്, ജനങ്ങളെ കീഴ്പ്പെടുത്തി ഭരിച്ചവരാണ്. പിന്നെ ഈ ഷദീദ് എന്ന് പറയുന്ന ആദിന്റെ മകൻ മരിച്ചു, ഷദ്ദാദിന് മാത്രമായി ഭരണം. അങ്ങനെ ഷദ്ദാദ് മൊത്തം ഭരിച്ചു, രാജാക്കന്മാർ മുഴുവനും അയാൾക്ക് കീഴ്പ്പെട്ടു. അങ്ങനെ ഒരിക്കൽ അയാൾ സ്വർഗത്തെ പറ്റി പറയുന്നത് കേട്ടു. ആരോ ഒന്ന് സ്വർഗത്തെ പറ്റി പറയും. അപ്പൊ അയാൾ പറഞ്ഞു, ആ സ്വർഗം പോലത്തെ ഒരു സ്വർഗം ഇവിടെ ഈ സഹാറ മരുഭൂമിയിൽ ഉണ്ടാക്കണം. സഹാറ മരുഭൂമി വലിയൊരു മരുഭൂമിയാണല്ലോ. സഹാറ മരുഭൂമി എത്ര ഉണ്ട്? ഒരു ഹദീസിലുണ്ട്, അർളുൽ മഹ്ശരി അർളു സഹറ. മഹ്ശർ എന്നുള്ള ഭൂമി സഹാറ ഭൂമിയാണെന്ന്. ഒരുപാടുണ്ട്. അതെ, സഹാറ മരുഭൂമി എന്ന് പറഞ്ഞാൽ ചില്ലറ മരുഭൂമി എന്നല്ല, ഒരുപാടുണ്ട്. അത്രയും ആളുകൾ നിൽക്കാൻ മാത്രമുള്ള ഗ്യാപ്പ് ഉണ്ടോ? ഉണ്ട്. പിന്നെ കുറച്ച് അവിടുത്തുള്ള ആ സമുദ്രങ്ങളൊന്ന് വറ്റിച്ചാൽ കുറച്ചുകൂടി കൂടുതലായി, അത്രയും അധികം ഉണ്ട്. അപ്പൊ സഹാറ മരുഭൂമിയിൽ 300 വർഷം എടുത്തിട്ട് ഒരു കൊട്ടാരം ഉണ്ടാക്കുന്നു സ്വർഗം. ആ കൊട്ടാരം മിനസ്സഹബി വൽ ഫില്ല, സ്വർണവും വെള്ളിയും ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. വഅസാതീനുഹാ മിനസ്സബർജദി വൽ യാഖൂത്ത്, അതിലെ തൂണുകൾ പച്ചക്കോമേദകവും മുത്തും മാണിക്യവും ഒക്കെ ഉണ്ടാക്കിയിട്ടാണ്. എല്ലാ ഐറ്റം മരങ്ങളും അവിടെയുണ്ട്, എല്ലാ തരം നദികളും അവിടെയുണ്ട്. സ്വർഗത്തിൽ ഒഴുകുന്ന നദികളൊക്കെ അല്ലേ, പാലിൻ്റെത്, തേൻ, അതൊക്കെ ഒഴുക്കിയിട്ടുണ്ട്. 300 കൊല്ലമാണ് അതിന് സമയമെടുത്തത്. പക്ഷേ അതിൻ്റെ നിർമ്മാണം പൂർത്തിയായപ്പോൾ ഈ ഷദ്ദാദ് എന്ന് പറയുന്ന മകൻ ജനങ്ങളെയും കൂട്ടി, തൻ്റെ ഭരണരംഗത്തിരിക്കുന്ന നേതാക്കളെയും കൂട്ടി ആ കൊട്ടാരത്തിന്റെ സമീപത്തേക്ക് എത്തിയപ്പോൾ ഫലമ്മാ കാന മിൻഹാ അലാ മസീറത്തി യൗമിൻ വലൈല, അവരെത്തിയ അത് മുതൽ പിന്നെ ഒരു 24 മണിക്കൂർ അങ്ങോട്ട് യാത്ര ചെയ്യാനുണ്ട്. ബഅസല്ലാഹു തആല അലൈഹിം സ്വൈഹതം മിനസ് സമാ, മുകൾ ഭാഗത്ത് നിന്ന് അല്ലാഹു ഒരു അട്ടഹാസം അയച്ചു. ഫഹലകൂ, അവരൊക്കെ നശിച്ചുപോയി. ഭൂമിയിൽ സ്വർഗം പണിത ആളാണ് ആദ് ഗോത്രക്കാരുടെ, ആദ് എന്ന് പറയുന്ന പിതാവിന്റെ മകൻ ഷദ്ദാദ്. ആ ഷദ്ദാദ് സ്വർഗം പണിതിട്ടും ഒരു കാര്യവും ഇവിടെ കിട്ടിയിട്ടില്ല. അള്ളാഹു പറഞ്ഞു, അല്ലത്തി ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ്. അല്ലത്തി, എങ്ങനത്തെ കമാനങ്ങളാണ്, എങ്ങനത്തെ കൊട്ടാരങ്ങളാണ്, എങ്ങനത്തെ തൂണുകളാണ്, അതുപോലത്തത് പിന്നെ ഒരു നാട്ടിലും ഉണ്ടാക്കപ്പെട്ടിട്ടില്ല. അല്ലെങ്കിൽ അവരെ പോലത്തെ മനുഷ്യന്മാരെ അള്ളാഹു പിന്നെ പടച്ചിട്ടില്ല, അങ്ങനെയും അർത്ഥം വെച്ചിട്ടുണ്ട്. അവരെ പോലത്തെ വൻ ജീവികൾ, വൻ ശക്തികൾ, നീളവും ആഴവും കനമൊക്കെയുള്ള ആൾക്കാർ, അവരെ പോലത്തവർ അള്ളാഹു പഠിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട അബൂ സഊദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, സിഫത്തുൻ ഉഖ്റാലി ഇറം, ഇറം എന്ന നാട്ടിനുള്ള മറ്റൊരു സിഫത്താണ് ഈ പറഞ്ഞ അല്ലത്തി ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ്. ആ കൊട്ടാരത്തിന്റെ, ആ നിർമ്മിച്ച കൊട്ടാരത്തിന്റെ അവശിഷ്ടങ്ങൾ പിന്നീട് മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് കണ്ടെത്തി എന്ന് തഫ്സീറുകളിൽ കാണുന്നുണ്ട്. 300 കൊല്ലം എടുത്തിട്ട് ഒരു കൊട്ടാരം ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എല്ലാ രാജാക്കന്മാരിലേക്കും ഇയാൾ കത്തെഴുതിയിട്ടുണ്ട്, സ്വർണം വെള്ളി രത്നം ഉള്ളത് മുഴുവനും കൊടുത്തയച്ചിട്ടില്ലെങ്കിൽ സൈന്യത്തെ വിട്ടത് കീഴ്പ്പെടുത്തും. ഭരണത്തിന്റെ സ്വാധീനമാണ്. അങ്ങനെ ഭരണത്തിന്റെ, ഇപ്പോ അമേരിക്കയിലും മറ്റും ഭരിക്കുന്ന ആളെ ഭരണത്തിന്റെ സ്വാധീനം പോലെയൊന്നല്ല. കാരണം ആ രാജാക്കന്മാർ മുഴുവനും ഇയാൾക്ക് കീഴ്പ്പെട്ടിട്ടുണ്ട്. ആ ഭരണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് അല്ലാഹു തആല കൊടുത്ത ആയുസിന്റെ പകുതിയാണ് ഉപയോഗിച്ചത്. 600 വർഷം കൊടുത്തിട്ടുണ്ട് ജീവിക്കാൻ. അതിന്റെ പകുതി വയസ്സ് 300 കൊല്ലം എടുത്തിട്ടാണ് നിർമ്മാണ പ്രക്രിയകളൊക്കെ പൂർത്തിയാക്കുന്നത്. അത് നമ്മൾ സ്വർഗത്തിൽ പോയി കിടക്കാനുള്ള സ്വർഗം കേട്ടപ്പോൾ ഒരു പൂതി വന്നതാണ്. അപ്പൊ ആ പൂതിക്കനുസരിച്ച് ഞാൻ തന്നെയാണ് ഇവിടെ വലിയ ആള് എന്ന നിലയ്ക്ക് സ്വർഗം അവിടെ എവിടെ ഉണ്ടാക്കാൻ പറ്റും എന്നിടത്ത് ഉണ്ടാക്കി നോക്കിയതാണ്. അങ്ങനെ ഓരോരുത്തർ നോക്കിയാണല്ലോ. ഫിർഔന് പറഞ്ഞില്ലേ, മേലോട്ടിങ്ങനെ കോണി വെച്ച് കെട്ടാൻ, ഇങ്ങനെ കോണിന്റെ മേലെ കൂടെ കയറിയിട്ട് ആരെ കാണാൻ? അല്ലാഹു തആലാനെ കാണാൻ. അസ്ബാബ സമാവാത്തി ഫഅത്വലിയ ഇലാ ഇലാഹി മൂസ, മേലോട്ട് ഇങ്ങനെ കോണി വെച്ച് കെട്ടിയിട്ട് മേലട്ട് എത്തിയിട്ട് മൂസാ നബിന്റെ ഇലാഹിനൊന്ന് എത്തി നോക്കി വരട്ടെ, എവിടെയുള്ള എന്താ പരിപാടി, മൂപ്പരിപ്പോ വിശ്രമിക്കാണോ അല്ല നോക്കി വരാൻ വേണ്ടിയിട്ട്. അവന്റെ ആ കുടില തന്ത്രവും അള്ളാഹു നശിപ്പിച്ചില്ലേ.
അങ്ങനൊക്കെ കഴിവിന്റെ സ്വാധീനത്തിന്റെ പിന്നിൽ നിന്ന് ആളുകൾ അങ്ങനെ ചെയ്യാറുണ്ട്, അങ്ങനെ ഉദ്ദേശിക്കാറുണ്ട്. അപ്പൊ അത്രയും വലിയ നല്ല പോക്കിരിമാരായ ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. വരുന്നവരൊക്കെ ചെറുതാണ്. ലോകത്തെ ആളുകൾ ഇത് പഠിച്ചോട്ടെ. ആദ് ഗോത്രത്തിന്റെ അത്ര വലുപ്പവും അത്ര സ്വാധീനമുള്ള ആൾക്കാരൊന്നും പിന്നെ ഇവിടെ വരാനില്ല, ഭരിക്കാനില്ല. അതൊക്കെ ചെറുതാ പിന്നെ വരുന്നതൊക്കെ. ഏതെങ്കിലും ഒരു രാഷ്ട്രം അല്ലെങ്കിൽ ഒരു രാജ്യം, ആ രാജ്യത്തിന്റെ ഏതെങ്കിലും അല്ലറ ചില്ലറ ഭാഗങ്ങളുടെ സ്വാധീനം അതേ ഉണ്ടാവുള്ളൂ. രാജ്യത്തെ മുഴുവൻ രാജാക്കന്മാരെയും കീഴ്പ്പെടുത്തിയിട്ട് ഭരിച്ച് സ്വർഗം നിർമ്മിച്ച ആദ് ഗോത്രത്തിൽപ്പെട്ട ആളുകൾ, അവരെ അള്ളാഹു എന്ത് ചെയ്തു എന്നാ പറയുന്നത്? അല്ലതീ ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ്. കാറ്റടിച്ചാലും വീണുപോകാത്ത തരത്തിലുള്ള തൂണുകൾ അവർ നിർമ്മിക്കും. ആ തൂണുകളെ പോലെ അതുപോലെ സൃഷ്ടിക്കപ്പെട്ട രാജ്യങ്ങൾ പിന്നെ ഉണ്ടാക്കിയിട്ടില്ല. അതേ വക്കാനയേത്തി സുഹറത്തൽ അലീമ, 400 മുഴം നീളമുണ്ട് എന്ന് അബു സഊദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. ഹൈസു കാന തൂലുർ റജുലി മിൻഹും 400 ദിറാഇൻ. ഒരാളെ നീളം 400 മുഴമാകുമ്പോൾ ആദം നബി അലൈഹി സ്വലാമിന്റെ നീളത്തിനേക്കാൾ അപ്പുറം അല്ലാഹു തആല നീളം കൊടുത്തു എന്ന് എഴുതിയിട്ട് നേരത്തെ പറഞ്ഞ ഹദീസിനോട് എതിരാകേണ്ടതില്ല. ആദം നബി അലൈഹി സ്വലാമിന്റെ നീളം ഒരു പരമാവധി നീളമാണ്. പിന്നെ സാധാരണ ആളുകൾക്കൊക്കെ പരിഗണിക്കാവുന്ന അതിന് നീളം കുറവാന്ന് വെക്കാം. ഇതൊരു പ്രത്യേക സൃഷ്ടികളാന്ന് വെച്ചാൽ മതിയല്ലോ. പ്രത്യേക സൃഷ്ടികളാണ്. ഇത്രയൊന്നും നീളല്ലല്ലോ ഇനി അടുത്ത് പറയാൻ പോണേ. ഇത്ര കഴിവുമില്ല ഫിർഔന്. ഓരോരുത്തർക്കും ഓരോ തരം കഴിവാ. ആദ് ഗോത്രക്കാർ നീളത്തിലും ഇതിലും ഉഷാർ, ശരീരത്തിന്റെ ബലത്തിൽ ഉഷാറുള്ളതാണ് ഇനി പറയാൻ പോകുന്ന സമൂത് ഗോത്രക്കാർ. അവർക്കാണ് നല്ല കൈകരുത്തുള്ളത്. ഭരണരംഗത്ത് വലിയ സ്വാധീനം സൃഷ്ടിച്ച ആളാണ് താഴെ പറയാൻ പോകുന്ന ഫിർഔൻ. മൂന്ന് രൂപത്തിലാണ്. 3 തരത്തിലുള്ള ആളുകളെയാണ് മൊത്തത്തിൽ ദുനിയാവിലെവിടെയും നമുക്ക് കാണാൻ പറ്റുന്നത്. ഭരണരംഗത്തും പിന്നെ ഓരോരുത്തർക്കുള്ള സ്വാധീന രംഗത്തും ആസ്തി രംഗത്തൊക്കെ. അപ്പോ 400 മുഴം വലുപ്പമുള്ള ഒരാള് ഒരു വലിയ പാറക്കല്ല് ഏറ്റാണെങ്കിൽ ഒരു പ്രയാസമില്ല. ആ പാറക്കല്ല് ഇങ്ങനെ പൊക്കിയിട്ട് അഥവാ തന്നോട് എതിർക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ആ വലിയ പാറക്കല്ല് ആളെ മേൽക്കണ്ടു കണ്ടങ്ങൾ. അവർക്ക് അത്രേ പണിയുള്ളൂ. വലിയ ഒരു പാറക്കല്ല്, ആ പാറക്കല്ല് ഇപ്പാണ് പൊക്കിയെടുത്തിട്ട് വിരോധം വെച്ച് കിടക്കുന്ന ആൾക്കാരുടെ ആള് മേൽക്കണ്ടിട്ട് ആൾ കഴിഞ്ഞല്ലോ. അങ്ങനെ പൊക്കിയെടുക്കാൻ വേറൊന്നിന്റെ സഹായമൊന്നും ആവശ്യമില്ല. അതുപോലത്തെ രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന്മാർ, അല്ലെങ്കിൽ അവർ നിർമ്മിച്ച പട്ടണം പോലത്തെ പട്ടണം ലോകത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെയും പറയാം. ലം യുഖ്ലഖ് മിസ്ലു മദീനത്തി ശദ്ദാദിൻ. ശദ്ദാദിന്റെ പട്ടണം പോലത്തെ പട്ടണം സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. ഫീ ജമീഇ ബിലാദി ദുനിയാ. ദുനിയാവിൽ ഒരു നാട്ടിലും അങ്ങനെയില്ല. ഇപ്പോ ദുബൈയിലെ ബുർജ് ഖലീഫ പറയുകയാണെങ്കിൽ അത് വലിയൊരു ഉയരമുള്ള ബിൽഡിംഗ് ആണല്ലോ ബുർജ് ഖലീഫ. പക്ഷേ ബുർജ് ഖലീഫക്കൊന്നും ഇപ്പോൾ ഈ പറഞ്ഞ രൂപത്തിലുള്ള പിന്നെ വർഷങ്ങളോ അല്ലെങ്കിൽ വസ്തുവകകളോ ചെലവഴിച്ചിട്ടില്ല. സ്വർണം വെള്ളിയേക്കോട് കൂടുതൽ ചെലവഴിച്ചണോ? ഇല്ല. കുറഞ്ഞ കാലയളവിൽ ഞാൻ അഥവാലെ 1-2 കാറ്റൊക്കെ തട്ടിയാൽ വീഴാൻ പറ്റുന്ന മോഡലിൽ ഒരു വലിയ ബിൽഡിങ് അങ്ങനെ ഉണ്ടാക്കി വെച്ചതേ ഉള്ളൂ. ഈ പറഞ്ഞതൊക്കെ എത്ര വലുപ്പമുള്ളതാ. പക്ഷേ സഹോദരങ്ങളെ, അങ്ങനൊക്കെ ഉണ്ടാക്കിയിട്ടും കാര്യം നടന്നിട്ടില്ല. രണ്ടാമത്തെ ഒരു ടീം സമൂദല്ലദീന ജാബു സ്വഖ്റ ബിൽവാദ്. സമൂദ് ഗോത്രക്കാരെ നിങ്ങളുടെ രക്ഷിതാവ് എന്ത് ചെയ്തു എന്ന് അറിഞ്ഞിട്ടില്ലേ? അല്ലദീന, അവരുടെ സ്വഭാവം എന്താണ്? ജാബു സ്വഖ്റ ബിൽവാദ്. വാദിൽ ഖുറ എന്ന പ്രദേശത്ത് പാറകൾ തുരക്കും. കൈകൊണ്ടാ തുരക്കണത്, ബുൾഡോസർ ഉപയോഗിച്ചിട്ടല്ല. അപ്പൊ ബുൾഡോസർ തരം മനുഷ്യന്മാർ കൈകൊണ്ട് തുരക്കാൻ ഓലം തുരഞ്ഞാ നമ്മളെ കഥ കഴിഞ്ഞ്. സമൂത് ഗോത്രക്കാർ ഒരു വിരലോണ്ട് ഇങ്ങനെ തോണ്ടിയാ നമ്മളെ കഥ കഴിഞ്ഞ്, അത്രേ പറയാനുള്ളൂ. ഇവർ തുരക്കാണ്, കൈകളെ കൊണ്ട് തുരക്കുകയാണ്. തുരന്നുണ്ടാക്കുന്നു വലിയ വലിയ വെള്ള ടാങ്കുകൾ, വലിയ വലിയ ബിൽഡിങ്ങുകൾ. പാറക്കല്ല് തുരന്നിട്ട് തന്നെ ആ പാറ തന്നെ സൺസൈഡ്, ആ പാറ തന്നെ മേൽക്കൂര, അപ്പുറത്തും ഇപ്പുറത്തുമുള്ള പാറകൾ ചുമരും. ഇപ്പൊ വീഴുന്നുള്ള പേടിയില്ലല്ലോ, ഒറ്റ പാറ. നമ്മളിപ്പോഴല്ലേ ഈ കൊങ്കണമൊക്കെ കണ്ടത്? എന്ത് കൊങ്കണ്! സമൂത് ഗോത്രക്കാരുടെ ഡിസൈനിങ് നോക്ക് നിങ്ങൾ. പാറ ഇത്ര വലുപ്പമുള്ള ഒരു പാറ കൂട്ടിക്കോളി നിങ്ങൾ. ആ പാറന്റെ ഉള്ളിൽ എടച്ചുമരും മെയിൻ ചുമരും മേൽക്കൂരയും ഒക്കെ പാറൻ. അതിൻ്റെ ഉള്ളിൽ താമസവും വിവിധ റൂമുകൾ അതിൻ്റെ ഉള്ളിൽ. മലകൾ തുരക്കാൻ
അപ്പൊ ആ മലകളുടെ നല്ല പാറകൾ നോക്കിയിട്ട് ആ പാറകളെ മേൽക്കൂരകളാക്കി നിർത്തുകയാണ്. നിർത്തിയിട്ട് അതിന്റെ അടിയിൽ 2, 3, 4 സൗകര്യത്തിനനുസരിച്ച് റൂമുകൾ തുറക്കുകയാണ്. അതാണ് വതൻഹിതൂനൽ ജിബാല ബുയൂതൻ. ഖുർആൻ മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറഞ്ഞു, പർവ്വതങ്ങളെ നിങ്ങൾ വീടുകളാക്കി തുരക്കുന്ന സമൂഹമായിരുന്നില്ലേ, തുരന്നിട്ടുണ്ടാക്കുക. പർവ്വതങ്ങളൊക്കെ നല്ല കൊട്ടാരങ്ങളെ ഉണ്ടാക്കുക. എത്ര നഗരങ്ങളെ പാറക്കല്ലുകൊണ്ട് അവർ നിർമ്മിച്ചിട്ടുണ്ടെന്ന് അറിയോ? വബനൗ അൽഫൻ വസബ്അമിഅ മദീന, 1700 നഗരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ കുല്ലുഹാ മിനൽ ഹിജാറ, എല്ലാ നഗരങ്ങളും പാറക്കല്ലുകളൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ പിന്നെ കൊടുത്ത ശിക്ഷയിൽ അതൊക്കെ തൂഫാനായി പിടിയായിട്ടുണ്ട്. പാറക്കല്ലുകളെ കൊണ്ട് നിർമ്മിച്ച നഗരങ്ങളാണ്. സമൂദ് എന്ന് പറയുന്നതും അവരുടെ പ്രസിദ്ധമായ ഒരു ഗോത്രത്തിന് വല്ലിപ്പാന്റെ പേരുകൊണ്ട് പേര് വെച്ചതാണ്. ഈ സമൂദ് ഗോത്രക്കാരെ നോക്കാനും നേർവഴിക്ക് തെളിക്കാനും അള്ളാഹു വിട്ട നബിയാണ് ബഹുമാനപ്പെട്ട സ്വാലിഹ് നബി അലൈഹിസ്സലാം. സ്വാലിഹ് നബി അലൈഹിസ്സലാമിന്റെ കൗമാണ്. ഇത്രയും ഊക്കുള്ള കൗമിനെ അവർ പാറക്കല്ലുകളൊക്കെ തുരന്നിട്ട് വീടുകൾ ഉണ്ടാക്കല്ലേ. അതുകൊണ്ടാണ് അവര് ബഹുമാനപ്പെട്ട സ്വാലിഹ് നബി അലൈഹിസ്സലാമിനോട് പാറക്കല്ലിന്റെ ഉള്ളിൽ നിന്നുള്ള ദൃഷ്ടാന്തം ചോദിച്ചത്. പാറക്കല്ലിന്റെ ഉള്ളിൽ നിന്ന് 10 തികഞ്ഞ ഒട്ടകം പുറത്തേക്ക് വരണം. പുറത്തേക്ക് വന്നാൽ പോരാ, ഒട്ടകം അവിടെ പ്രസവിക്കുകയും വേണം. അപ്പോ സ്വാലിഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ശരി, എന്നാ അങ്ങനെ ആയിക്കോട്ടെ, എന്നാ നിങ്ങൾ നിശ്ചയിക്കുന്ന ദൃഷ്ടാന്തം തരാം. നിങ്ങൾ വിശ്വസിക്കണം, അള്ളാഹുവിൽ വിശ്വസിക്കണം, ഞാൻ അള്ളാഹുവിന്റെ നബിയാണെന്ന് വിശ്വസിക്കണം. അവർ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത പാറക്കല്ലിൽ നിന്ന് തന്നെ. കാരണം അവർ കുറെ കാലമായി തുരക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഒട്ടകം ഒരു പാറക്കല്ലിനുള്ളിൽ കണ്ടിട്ടില്ലല്ലോ. കുറെ പാറക്കല്ലുകളെ കൊണ്ട് തുറന്ന് വീടുണ്ടാക്കിയ ആളുകളല്ലേ. പാറക്കല്ലിന്റെ ഉള്ളിൽ തുറന്നപ്പോൾ പലപ്പോഴും വെള്ളം അവർ കണ്ടിട്ടുണ്ട്. വെള്ളമുണ്ട്, പാറക്കല്ലുകൾക്കുള്ളിൽ വെള്ളമുണ്ടാവും, വെള്ളം കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വിലപിടിപ്പുള്ള പാറക്കല്ലുകൾ കണ്ടിട്ടുണ്ട്. പാറക്കല്ലുകൾ തുറന്നിട്ട് തന്നെയല്ലേ ഈ മാർബിൾ കൊണ്ടുവരുന്നത്. അതിൻ്റെയൊക്കെ പഴയ അംബാസിഡർമാർ അവരാണ് തുറന്നുണ്ടാക്കിയിട്ട്. അവരതൊക്കെ കണ്ടിട്ടുണ്ടാകും. പക്ഷേ ഒരു ഒട്ടകം വരുന്ന പ്രതീതി ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഒട്ടകം വരട്ടെ, ഒട്ടകം വന്നാൽ പോരത് പ്രസവിക്കുകയും വേണം. സ്വാലിഹ് നബി അലൈഹിസ്സലാം ആ ദൃഷ്ടാന്തം വെളിവാക്കി കൊടുത്തു. പക്ഷേ അവരോട് സ്വാലിഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, നന്നായി ശ്രദ്ധിക്കണം, ഈ ഒട്ടകത്തിലേക്ക് നിങ്ങൾ അടുക്കാൻ പാടില്ല. ഒട്ടകം ഇങ്ങനെ പുറപ്പെട്ടു വന്നപ്പോൾ അള്ളാഹു നിങ്ങൾക്ക് വേറൊരു നിയമം തരികയാണ്. നിങ്ങളൊക്കെ ഉണ്ടാക്കിയ വലിയ കിണർ, ഏറ്റവും വലിയൊരു കിണറുണ്ടവരെ അവർ തന്നെ ഉണ്ടാക്കിയതാണ്, മൊത്തം വെള്ളം കുടിക്കുന്ന കിണർ. ആ കിണറ്റിൽ നിന്ന് നിങ്ങൾ കുടിക്കുന്ന വെള്ളം, ഒരു ദിവസത്തെ വെള്ളം ഈ ഒട്ടകം കുടിക്കും. ആ വെള്ളം കുടിക്കുന്ന ദിവസം നിങ്ങൾ അതിൻ്റെ പാല് കറന്ന് കുടിക്കണം. പിറ്റേന്ന് നിങ്ങൾ വെള്ളം കുടിക്കണം. അന്ന് ഒട്ടകത്തിന്റെ പാൽ ഉപയോഗിക്കരുത്. അവര് പറഞ്ഞു, എന്നും വെള്ളം കിട്ടണം. കുറച്ചു കാലം ഇങ്ങനെ അങ്ങോട്ട് പോയി, വെള്ളവും പാലും ആയിട്ട് ഇങ്ങനെ പോയി. പിന്നെ അവർ പറഞ്ഞു, ഇത് ശരിയാവില്ല, വെള്ളം നമുക്ക് ആദ്യം ഒന്നും കിട്ടിയെന്നല്ലോ, ഈ ഒട്ടകം വന്നപ്പോഴാണ് എന്നും കിട്ടുന്ന വെള്ളം മുടങ്ങിയത്, അതുകൊണ്ട് അത് ശരിയാവൂല. അവരാ ഒട്ടകത്തെ അറുക്കാൻ തീരുമാനിച്ചു. സ്വാലിഹ് നബി അലൈഹി സ്വലാം അവരോട് പറഞ്ഞിരുന്നു, വലാ തഖറബൂഹ വലാ തമസ്സൂഹ ബിസൂഇൻ ഫയഖുദകും അദാബുൻ ഖരീബ്. നിങ്ങൾ ആ ഒട്ടകത്തെ ഒരു നിലക്കു ഇടങ്ങേറാക്കരുത്. ഇടങ്ങേറാക്കിയാൽ പിന്നെ കൂടുതൽ ദീർഘായുസില്ലാത്ത വളരെ അടുത്ത ശിക്ഷ നിങ്ങൾക്ക് വരും. ആ ശിക്ഷ കൊണ്ട് നിങ്ങൾ ശക്തമായി പരീക്ഷിക്കപ്പെടും. അവരാ ഒട്ടകത്തെ അറുത്തു. ആ ഒട്ടകത്തെ അറുത്തപ്പോൾ അതിൻ്റെ കുട്ടി, ആ കുട്ടി അവിടെ നിന്ന് ഓടി മറഞ്ഞു എന്നാണ്. കുട്ടി ഓടി 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 മറഞ്ഞ് ആ കുട്ടി മറ്റൊരു പാറക്കല്ലിന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ പറയുന്നു, ആ പാറക്കല്ല് നിൽക്കുന്ന പ്രദേശം, അവിടുന്ന് ആ കുട്ടി ഓടിയ പാറക്കല്ല് നിൽക്കുന്ന പ്രദേശം മക്കയിലെ അജിയാദ് മക്ക എന്ന് പറയുന്ന പ്രദേശമാണ്. അവിടെയുള്ള ഒരു പാറക്കല്ലിൽ നിന്നാണ് അവസാനം ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം വന്ന ശേഷം ദാബത്തുൽ അർള് പുറപ്പെടുന്നത്. ആ ദാബത്തുൽ അർള് ഈ ഒട്ടകക്കുട്ടിയാന്നാ പറയുന്നത്. ആ ദാബത്തുൽ അർള് വ്യത്യസ്ത രൂപത്തിലും ഭാവത്തിലും പുറത്തേക്ക് വരുന്നു. ഖിയാമത്തിനോടനുബന്ധിച്ചുണ്ടാകുന്ന ദൃഷ്ടാന്തങ്ങൾ ഇരിക്കട്ടെ. ആ സ്ഥലത്ത് ഇവരിങ്ങനെ ചെയ്തപ്പോൾ അല്ലാഹു തആല അവരെ സുഖിപ്പിച്ചു. സുഖിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ചില്ലറ സുഖല്ല.
ഫതമത്തഉ ഫീ ദാരികും സലാസത അയ്യാം, നിങ്ങളെ വീടുകളിൽ നിങ്ങൾ 3 ദിവസം സുഖിച്ചു കഴിഞ്ഞോളൂ. നിങ്ങൾക്ക് അല്ലാഹു വലിയ ശിക്ഷ തരുന്നുണ്ട്. ആ ശിക്ഷ നിങ്ങളെല്ലാവരുടെയും ആസ്വദിപ്പിക്കുന്ന ശിക്ഷയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വലിയ ശിക്ഷ കൊടുത്തിട്ടുണ്ട്. ആ ശിക്ഷ കൊണ്ട് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം അവർക്കിടയിൽ വന്ന് അട്ടഹസിച്ചിട്ടുണ്ട്. ആ അട്ടഹാസം സഹിക്കാൻ കഴിയാതെ നിലം പരിശായവർ വീണിട്ടുണ്ട്. ആ നാട് മൊത്തം അല്ലാഹു മാറ്റിമറിച്ചിട്ടുണ്ട്. ആ നാടിന്റെ പഴയകാലത്തെ സ്വഭാവങ്ങളും ഒക്കെ പോയിട്ടുണ്ട്. അതേ അല്ലാഹു തആല നൽകിയ ശിക്ഷയുടെ പിറകിൽ ഒരൊറ്റ എണ്ണവും ബാക്കിയില്ലാതെ മുഴുവനും തകർക്കപ്പെട്ടു പോയിട്ടുണ്ട്. ആ തകർക്കപ്പെട്ടു പോയ സ്ഥലത്തുകൂടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനം നടത്തിയ യുദ്ധമാണല്ലോ തബൂക്ക് യുദ്ധം. തബൂക്ക് യുദ്ധത്തിന് തങ്ങൾ പോകുമ്പോ സമൂദ് ഗോത്രക്കാരെ പഴയകാലത്തെ വാദി, അവര് തുരന്നുണ്ടാക്കിയ വാദി ബിൽവാദ് എന്നിവിടെ പറഞ്ഞ വാദുൽ ഖുറ, അതൊരു നഗരമാണ്. ആ നഗരപ്രദേശത്തുകൂടെ പോകുമ്പോ നബി തങ്ങൾ പറഞ്ഞു, അസ്രി ഉസ്സൈറ, നിങ്ങൾ നടത്തം സ്പീഡ് കൂട്ടണം. ഫഇന്നകും ഫീ വാദിൻ മൽഊൻ, നിങ്ങൾ ശപിക്കപ്പെട്ടൊരു മലഞ്ചെരുവിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അതുകൊണ്ട് കുറെ കാലം ഇവിടെ താമസിക്കാൻ പറ്റൂല, ശിക്ഷ ഇറങ്ങിയ സ്ഥലമാണ്, പെട്ടെന്ന് മുന്നോട്ട് പോകണം. ഹിജർ എന്ന പ്രദേശം, അതാണ് ആ പറയുന്ന പ്രദേശം, ഹിജർ നാട്. ഹിജർ നാട്ടിൽ പോയി വാഹനം ഇറങ്ങിയപ്പോൾ തബൂക്ക് യുദ്ധത്തിന്റെ മുന്നോടിയായ നബി തങ്ങൾ പറഞ്ഞു, ഇവിടെയുള്ള ഒറ്റ കിണറ്റിൽ നിന്നും ആരും വെള്ളം കുടിക്കാൻ പാടില്ല, ഒട്ടകത്തിന് കുടിപ്പിക്കാനും പാടില്ല. അങ്ങനെ ഈ നിർദ്ദേശം നേർക്ക് ശ്രദ്ധിക്കുന്നതിൻ്റെ മുന്നിൽ മുന്നോടിയായി പോയ ചില സ്വഹാബിമാര് വെള്ളം എടുത്തിട്ട് പൊടി കുഴച്ചിട്ടുണ്ട് പത്തിരി ചുടാൻ. അപ്പോഴേക്ക് നബിതങ്ങൾ അവരെ സമീപത്തെത്തി. വെള്ളം എടുത്തു എന്ന് വെച്ചു, വെള്ളം എടുത്തു എന്ന് പറഞ്ഞു. പത്തിരി കുഴച്ചു, പത്തിരിക്ക് വേണ്ടി പൊടി ഇങ്ങനെ കുഴച്ച് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ആ പൊടി ഒഴിവാക്കി കളയാൻ നബിതങ്ങൾ പറഞ്ഞു. മുക്കിയ വെള്ളം ഒഴിച്ചു കളയാനും, കുടിക്കാൻ പാടില്ല, ഒട്ടകത്തിന് പോലും കൊടുക്കണ്ടെന്ന് പറഞ്ഞു. യുദ്ധത്തിന് പോകുന്നതിന്റെ തലേന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്നകും സതതൂന ഗദൻ ഇൻഷാ അല്ലാഹ് ഐന തബൂക്ക്, നിങ്ങൾ നാളെ തബൂക്ക് തടാകത്തിന്റെ സമീപത്തെത്തും. നിങ്ങൾ അവിടെ എത്തിയാൽ ഫലാ യമസ്സ മിമ്മാഇഹാ ശൈഅൻ ഹത്താ ആതിയ, ഞാൻ വരുന്നത് വരെ ആരും അവിടുത്തെ വെള്ളത്തിൽ നിന്ന് എടുക്കരുത്. അങ്ങനെ എടുത്തവരോടാണ് മുക്കിക്കളയാൻ പറഞ്ഞത്. തങ്ങൾ ചോദിച്ചു, ഹൽ മസസ്തുമാ മിമ്മാഇഹാ ശൈഅൻ, അതിലെ വെള്ളത്തിൽ നിന്ന് നിങ്ങൾ വല്ലതും തൊട്ടെടുത്തിട്ടുണ്ടോ? ഉണ്ട്. ഒരു ഹദീസിൽ കാണാം, ഫസബ്ബഹുമൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ അവരെ പടി പറഞ്ഞു. എടുക്കണ്ടാന്ന് നിർദ്ദേശം കിട്ടിയിട്ട് പിന്നെയും എന്തിനാ നിങ്ങൾ എടുത്തത്? ഒരു നിലക്ക് എടുക്കാൻ പറ്റൂല, ശിക്ഷ ഇറങ്ങിയ സ്ഥലമാണ്. സമൂദ് ഗോത്രക്കാരെ നശിപ്പിച്ചു, അവര് വലിയ കഴിവുള്ളവരാണ്. വാദിൽ ഖുറയിൽ പാറകൾ തുരന്നുണ്ടാക്കാൻ മാത്രം കഴിവല്ലാഹു നൽകിയ സമൂദ് ഗോത്രത്തെ എന്ത് ചെയ്തു എന്ന് നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ? ഫിർഔനിനെയും നിങ്ങളെ നാഥൻ എന്ത് ചെയ്തു എന്ന് അറിഞ്ഞിട്ടില്ലേ? ഔത്താദുകാരനായ, ഔത്താദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആണിക്കാരൻ ഫറോവ, ആണി കൊണ്ട് ജനങ്ങളെ ശിക്ഷിക്കുന്ന ആളായിരുന്നു. അല്ലെങ്കിൽ ഔത്താദ് എന്ന് പറഞ്ഞാൽ വലിയ പ്രതാപമുള്ളവർ എന്ന അർത്ഥത്തിൽ, എല്ലാ അർത്ഥത്തിലും വലിയ പ്രതാപം. ഭരണരംഗത്ത് എത്ര വലിയ സ്വാധീനമാണ്, ആ സ്വാധീനം ഉള്ള ആള് എന്ന അർത്ഥത്തിലാണ് ദിൽ ഔത്താദ് എന്ന് പറഞ്ഞത്. വലിയ കഴിവുണ്ടായിരുന്നു, ആ കഴിവ് കൊണ്ടല്ലേ എന്നെക്കാൾ വലിയ കഴിവുള്ള ആള് ഉണ്ടോ എന്ന് പലപ്പോഴും പലവരോടും അവൻ ചോദിച്ചത്. എന്റെ കഴിവിനപ്പുറം കഴിവ് നിൽക്കാൻ ആരുമില്ലെന്ന് പറഞ്ഞിട്ടാണ് പാവങ്ങളെ ശിക്ഷിച്ചത്. ആ ശിക്ഷയുടെ മറ്റൊരു രൂപമാണ്, അതേ ഒരു മനുഷ്യനെ ശിക്ഷിക്കാൻ വേണ്ടി കൊണ്ടുവന്നാൽ ആ ശിക്ഷിക്കപ്പെടുന്നവന്റെ 2 കൈയും 2 കാലും 2 ഭാഗത്തേക്കാക്കി പരത്തി വെച്ച് 4 ആണികൾ മേടിയ കഷ്ണങ്ങളിൽ, മരക്കഷ്ണങ്ങളിൽ ശരീരത്തെ കൊണ്ടുപോയി തറക്കും. 4 പലകകൾ, 2 ഭാഗം താഴോട്ടും 2 മേലോട്ടുമായി, അതിൻ്റെ മേലെ 4 ആണികൾ മേടിയിട്ടുണ്ടാകും. ഓരോ അവയവങ്ങൾക്ക്, കൈയിന് ഓരോ കൈയിനും ഓരോ ആണി,
ആ ആണി ഈ മരത്തിന്റെ മേലെ കെട്ടിക്കൂട്ടിയിട്ട് മരിക്കുന്നത് വരെ പുറത്ത് എല്ലാവരും കാണുന്ന രൂപത്തിൽ 2 കൈയിനും 2 കാലിനും ആണി വേടിയിട്ട് ശിക്ഷിക്കുന്ന സ്വഭാവമുണ്ട്. അപ്പൊ ആണി കൊണ്ട് പരീക്ഷിച്ച് ജനങ്ങളെ ശിക്ഷിക്കുന്ന ആളാണ്. ചില പണ്ഡിതന്മാര് പറഞ്ഞു ആണി മാത്രമല്ല, ആണിയാണ് പ്രധാനമായിട്ടും. ആണി കൊണ്ട് ശരീരത്തിൽ തറച്ച ശേഷം വയുർസിലു അലൈഹിൽ അഖാരിബ വൽ ഹയ്യാത്ത്, പാമ്പുകളെയും തേളുകളെയും അയച്ചുവിടും. അബൂഗരീബിൽ നിന്നും ഗോണ്ടനാമോയിൽ നിന്നും മുമ്പ് നായകളെ കടിക്കാൻ വിട്ട സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതുപോലെ പാമ്പുകളെയും തേളുകളെയും അയച്ചുവിടുക യഥേഷ്ടം കടിക്കാൻ വേണ്ടി. അങ്ങനെ വലിയ സ്വാധീനവും വലിയ കഴിവുമുള്ള ആളായിരുന്നു. അല്ലെങ്കിൽ ദുല്ലൗത്താദ് എന്ന് പറഞ്ഞാൽ ജനശക്തിയുള്ള ആളായിരുന്നു. ഒരുപാട് സമൂഹമുണ്ടവന്റെ പിന്നാലെ നടക്കാൻ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് എന്നും പറഞ്ഞിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടിൽ ഫിർഔൻ ദുല്ലൗത്താദ് എന്ന് പേര് വെക്കാൻ കാരണം ഫിർഔനിന്റെ ഖാസിനായ ഖർബീൽ, ആ ഖർബീലിന്റെ ഭാര്യയായ മാഷിത ബീവി റളിയല്ലാഹു അൻഹാ, മാഷിത ബീവിയെ മുഅ്മിനായതിന്റെ പേരിൽ ശിക്ഷിച്ചു. 100 കൊല്ലം ഈമാന് മറച്ചു വെച്ച് ജീവിച്ച ആളായിരുന്നു ഖർബീൽ. ഖർബീലിന്റെ ഭാര്യയും മാഷിത ബീവി, മാഷിത എന്ന് പറയുന്നത് മുടി ചീകുന്ന തൊഴിലുള്ളത് കൊണ്ട് മാഷിത എന്ന് പേര് വന്നു. ഒരു ദിവസം ഫിർഔനിന്റെ മകൾ അഥവാ പോറ്റുപുത്രിയാണ്, സ്വന്തം മകളല്ല, സ്വന്തം മകളില്ല ഞങ്ങൾക്ക്, പോറ്റുപുത്രിയാണ്. പോറ്റുപുത്രിയെ തല ചീകിക്കൊണ്ടിരിക്കുന്ന നേരത്ത് മാഷിത ബീവി ചീർപ്പ് കയ്യിൽ നിന്ന് വീണുപോയപ്പോ പറഞ്ഞു, തഈസമൻ കഫറ ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ട് നിഷേധിച്ചവൻ പരാജയപ്പെടട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഫിർഔനിന്റെ പുത്രി ചോദിച്ചു, വഹല്ലക ഇലാഹുൻ ഗൈറു അബി, എന്റെ വാപ്പയല്ലാത്ത ഇലാഹ് നിങ്ങൾക്കുണ്ടോ? വഹല്ലക്കി ഇലാഹുൻ ഗൈറു അബി, ഉണ്ട്, എന്റെ ഇലാഹും നിന്റെ വാപ്പാന്റെ ഇലാഹും സമാവാത്ത് അർളിന്റെ ഇലാഹും ഒക്കെ ഏകനാണ്, അവന് പങ്കുകാരനില്ല. ഇത് ബാപ്പയോട് പോയി പറഞ്ഞു. കരഞ്ഞുകൊണ്ടാണ് ഈ സംഭവം പറയുന്നത്. പറഞ്ഞപ്പോ മാഷിത ബീവിയെ വിളിച്ചിട്ട് ചോദ്യം ചെയ്തു, അങ്ങനെ നീ പറഞ്ഞിട്ടുണ്ടോ? ശരി, ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നീ അതിൽ നിന്ന് പിന്മാറുന്നുണ്ടോ? പിന്മാറുന്നില്ല. അപ്പയാണ് ഫമദ്ദഹ ബൈന അർബഅത്തി ഔതാദിൻ, 4 ആണികൾക്കിടയിൽ നീട്ടിവെച്ചു, 2 കൈയും 2 കാലും ആണി അടിച്ചു വെച്ചിട്ട് സുമ്മ അർസല അലൈഹിൽ ഹയ്യാത്തി വൽ ഖാരിബ്, പിന്നെ പാമ്പുകളെയും തേളുകളെയും അയച്ചു വിട്ടു. എന്നിട്ട് നീ നിഷേധിക്കണം, അല്ലെങ്കിൽ വീണ്ടും നിന്നെ ഞാൻ ശിക്ഷിക്കും, ഇതേ ശിക്ഷ 2 മാസം ശിക്ഷിക്കുമെന്ന് പറഞ്ഞു. അപ്പയാണ് ആ മഹദി പറഞ്ഞത്, ലൗ അസ്ദബ്തനി 70 ശഹ്റൻ, 2 മാസമല്ല 70 മാസം നീ എന്നെ ശിക്ഷിച്ചാലും മാ കഫർതു ബിഹി, ഞാൻ അല്ലാഹുവിനെ നിഷേധിക്കൂല, ഇലാഹായ റബ്ബിനെ ഞാൻ അവിശ്വസിക്കൂല. 70 മാസം വേണമെങ്കിലും നിനക്കെന്നെ ശിക്ഷിക്കാം. അപ്പൊ 2 പെൺമക്കൾ ഉണ്ടായിരുന്നു. ആ 2 പെൺമക്കളെയും കൊണ്ടുവന്ന് അതിൽ പ്രായമുള്ള മൂത്ത മകളെ കാണുന്ന രൂപത്തിൽ തന്റെ തൊള്ളയോട് ചേർത്ത് നിർത്തിയിട്ട് അവിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, അവിശ്വസിക്കൂല, ഞാൻ അള്ളാഹുവിന്റെ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കും. ആ കുട്ടിയെ അറുത്തിട്ട് പറഞ്ഞു, നിന്റെ ചെറിയൊരു മകളില്ലേ, ആ മകളെ കൂടി മുലയൂട്ടുന്ന കുട്ടിയെ കൂടി ഞാൻ അറുക്കാൻ തീരുമാനിച്ചിട്ട് നീ പിന്തിരിയണം. ആ മഹദി പറഞ്ഞു, ലൗ ദബഹത മൻ ഫിൽ അർളി അലാ മാ ഫിയ മാ കഫർതു ബില്ലാഹ്, ഭൂമിയിലുള്ള എല്ലാ മനുഷ്യന്മാരെയും, എന്റെ ഉറ്റവരെയും ഉടയവരെയും അല്ലാത്തവരെയും എന്റെ നേർക്കുനേരെ മുൻഭാഗത്ത് കൊണ്ടുവന്ന് നിർത്തിയിട്ട് നീ ബലി കഴിച്ചാലും മാ കഫർതു ബില്ലാഹി, ഞാൻ അല്ലാഹുവിൽ അവിശ്വസിക്കൂല. ആ ഒരു പൂതി നിനക്ക് വേണ്ട. അങ്ങനെ ആ കുട്ടിയെ, ചെറിയ കുട്ടിയെ കൊണ്ടുവന്നു. നെഞ്ചിന്റെ ഭാഗത്ത് ആ കുട്ടിയെ എങ്ങനെ കിടത്തി. ആ കുട്ടി അവിടെ കളിക്കുകയാണ്. ആ കുട്ടിയെ അറുക്കാൻ വേണ്ടി അവരുദ്ദേശിച്ചപ്പോ ചെറിയ ഒരു സങ്കടം കൽബിൽ വന്നപ്പോ ഈ ചെറിയ പെൺകുട്ടിയെ, മുലയിടിക്കുന്ന കുട്ടിയെ, സംസാരത്തിന്റെ പ്രായമെത്താത്ത കുട്ടിയെ അള്ളാഹു സംസാരിപ്പിച്ചു. ആ കുട്ടി പറഞ്ഞു, യാ ഉമ്മാ ലാ തജ്സഇ, ഓ പ്രിയപ്പെട്ട മാതാവേ, നിങ്ങൾ വെപ്രാളപ്പെടരുത്, നിങ്ങൾ വേദനിക്കരുത്. ഫഇന്നല്ലാഹ തആല ഖദ് ബനാ ലകി ബൈതൻ ഫിൽ ജന്ന,
അള്ളാഹു നിങ്ങൾക്ക് സ്വർഗത്തിൽ ഒരു വീട് തയ്യാറാക്കിയിട്ടുണ്ട്, നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. ഇസ്ബിരി, അതുകൊണ്ട് ക്ഷമിക്കണം. ഫഇന്നകി തഫ്ലീന ഇലാ റഹ്മത്തില്ലാഹ്. കുട്ടി സംസാരം കഴിഞ്ഞപ്പോ മഹദിക്ക് നല്ല ശാന്തത വന്നു. ഉടനെ തന്നെ ആ കുട്ടിയെയും അറുത്തു. ഏറെ താമസിയാതെ മാഷിത്താ ബീവി റളിയല്ലാഹു അൻഹ വിട പറഞ്ഞു. അങ്ങനെ മാഷിത്താ ബീവി വിട പറഞ്ഞ ശേഷം ഫിർഔന് നേരത്തെ കല്യാണം ചെയ്ത ബനു ഇസ്രായേലുകാരിൽ ഏറ്റവും സൗന്ദര്യമുള്ള മഹദിയാണ് ആസിയ ബിൻതു മുസാഹിം റളിയല്ലാഹു അൻഹ. ആസിയ ബീവി നോക്കിക്കാണുന്നുണ്ട് കൊട്ടാരത്തിലിരുന്നിട്ട് ഫിർഔൻ ഈ ചെയ്യുന്ന നിഷ്ഠൂരതകൾ മുഴുവനും. ഒരു നിലക്കും ആസിയ ബീവിക്ക് ഇത് കണ്ടിട്ട് സഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. നിർബന്ധിതയായി കെട്ടിച്ചു കൊടുത്തതാണ്, നിർബന്ധിതനായിട്ടാണ് ബാപ്പ കെട്ടിച്ചു കൊടുത്തത് ആസിയ ബീവിയെ. കെട്ടിച്ചു തന്നിട്ടില്ലെങ്കിൽ ഈ സൗന്ദര്യമുള്ള പെണ്ണിനെ കെട്ടിച്ചെന്നാൽ കുടുംബത്തെ മൊത്തം അറുത്തുകളയും കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി. അപ്പൊ ആ പെണ്ണ് പറഞ്ഞു, അവൻ ആള് ക്രൂരനാണെങ്കിലും എൻ്റെ കാരണം കൊണ്ട് എൻ്റെ കുടുംബം മുഴുവനും ബലിയെറുക്കപ്പെടേണ്ട ഒരവസ്ഥ വേണ്ട, അതുകൊണ്ട് നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചു കൊടുത്തേക്ക്. പക്ഷെ അവന് ബന്ധപ്പെടാനുള്ള വലിയ കഴിവൊന്നുമില്ല, അതിന് സ്വാധീനവും ശക്തിയൊന്നും ഇല്ലാത്ത ആളാണ്. എല്ലാ അർത്ഥത്തിലും വീമ്പ് പറയാൻ മാത്രമുള്ള കഴിവേ ഉള്ളൂ. ഭാര്യയുമായി ബന്ധപ്പെടാനുള്ള ഒരു കഴിവും വികാരമൊന്നുമില്ല, അതൊക്കെ അത്യാവശ്യം കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും ഭരണവും സ്വാധീനവും അതിന് പിന്നെ പ്രായം കണക്കില്ലല്ലോ. പ്രായം എത്ര കൂടുതലുണ്ടായാലും ഭരണം കിട്ടിയാലൊക്കെ അപ്പോഴൊക്കെ വാങ്ങുമല്ലോ. അതിന് വെന്റിലേറ്ററിലായാലും ഭരണാധികാരി ഞാൻ തന്നെ എന്നാ പറയാ. അതതിൻ്റെ അവസ്ഥ അങ്ങനെയാണ്. അപ്പൊ ആ ഒരു സ്വാധീനം ഉപയോഗിച്ചാണ് ഇവരതൊക്കെ ചെയ്യുന്നത്. മാഷിത്താ ബീവിയെ ചെയ്ത കാര്യങ്ങൾ കണ്ടപ്പോ സ്വന്തത്തിൽ മനസ്സിൽ തന്നെ മനസ്സുകൊണ്ട് പറഞ്ഞു ആസിയ ബീവി, കൈഫ യതഉനി അൻ അസുറ അലാ മാ യഫ്അലു ഫിർഔൻ. ഫിർഔൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ ഇനിയും മുസ്ലിമായി ഇവന്റെ കൂടെ എങ്ങനെയാ നിൽക്കുക? അങ്ങനെ സ്വന്തം കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഫിർഔൻ കടന്നു വന്നത്. അടുത്ത് വന്നിരുന്നു, ഭാര്യന്റെ അടുത്ത് വന്നിരിക്കും പോലെ. അപ്പൊ പറഞ്ഞു, യാ ഫിർഔനു അൻത അശറുൽ ഖൽഖ് വഅഖ്ബതുഹും അൻത ശർറുൽ ഖൽഖി. നീയാണ് സൃഷ്ടികളിൽ ഏറ്റവും നീചൻ, അവരിൽ നികൃഷ്ടൻ നീയാണ്. ആ പാവപ്പെട്ട പെണ്ണിനെ ഈ രൂപത്തിൽ നീ ആക്രമിച്ചില്ലേ, നീ കൊന്നുകളഞ്ഞില്ലേ? ഫലഅല്ലക ബികൽ ജുനൂൻ. നിനക്ക് അപ്പൊ തിരിച്ചു ചോദിച്ചു ഫറോവ, ആ പെണ്ണിലുള്ള ഭ്രാന്ത് നിനക്കുണ്ടോ? പെണ്ണിലുള്ള ഭ്രാന്ത് നിനക്കുണ്ടോ എന്ന് ചോദിച്ചാൽ അതേ വിശ്വാസം ഉണ്ടോ എന്നാ ചോദിക്കുന്നത്. മാബി മിൻജുനൂൻ, എനിക്ക് ഭ്രാന്തൊന്നുമില്ല, പക്ഷേ ശരിക്കുള്ള ഭ്രാന്തൻ ആരാന്നറിയോ? ഇന്നമൽ മജ്നൂനു മൻ യക്ഫുറു ബില്ലാഹില്ലദീ ലഹു മുൽക്കുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ. ശരിക്ക് ഭ്രാന്തൻ ഞാനല്ല, നീയാണ്. ആകാശഭൂമികളുടെ അധിപനായ അല്ലാഹുവിൽ അവിശ്വസിക്കുന്നവൻ, അവനാണ് യഥാർത്ഥ ഭ്രാന്തൻ. അത് കേട്ടപ്പോ പിന്നെ സഹി വന്നില്ല. ആസിയ ബീവി റളിയല്ലാഹു അൻഹയെയും 4 ആണികൾക്കിടയിൽ കിടത്തി ശക്തമായ ശിക്ഷിക്കാൻ തുടങ്ങി. ഇമാം ഇസ്മായിൽ ഹക്കിൽ ബറൂസവി തങ്ങൾ പറയുന്നു, ഫഫതഹല്ലാഹു ലഹാ ബാബൻ ഇലൽ ജന്ന. ആസിയ ബീവിക്ക് സ്വർഗത്തിലേക്ക് ഒരു വാതിൽ അല്ലാഹു തുറന്നു കൊടുത്തു. സ്വർഗം ഇങ്ങനെ കാണുകയാണ് ആസിയ ബീവി. ഈ ശിക്ഷയൊക്കെ വളരെ ചെറുതായി തോന്നിപ്പിക്കാൻ വേണ്ടി സ്വർഗത്തിന്റെ കവാടം ഇങ്ങനെ തുറന്നിട്ട് സ്വർഗം കണ്ടപ്പോൾ മഹദി പറഞ്ഞു, റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന. അല്ലാഹുവേ, നിന്റെ അടുക്കൽ സ്വർഗത്തിൽ എനിക്ക് നീ ഒരു കൊട്ടാരം നിർമ്മിച്ചു തരണം. ഇവിടെ വലിയ കൊട്ടാരത്തിൽ ഞാൻ താമസിച്ചിട്ടും വിശ്വാസം ഞാൻ കളഞ്ഞിട്ടില്ല. മൃഗീയമായ ശിക്ഷ കിട്ടിയിട്ടും ഞാൻ എന്റെ വിശ്വാസം കളഞ്ഞിട്ടില്ല. ആസിയ ബീവി റളിയല്ലാഹു അൻഹയുടെ ജനനേന്ദ്രിയങ്ങളിലൂടെ പടുപ്പിച്ച ഇരുമ്പിന്റെ കുഴൽ കയറ്റി പരീക്ഷിച്ചിട്ടുണ്ട്. ശരീരത്തിന്റെ പല ഭാഗത്തും പഴുപ്പിച്ച ഇരുമ്പ് ഇങ്ങനെ കുത്തിവെച്ചിട്ടുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും വേദന പറഞ്ഞിട്ടില്ല, ഒരിക്കൽ പോലും വിഷമം പറഞ്ഞിട്ടില്ല. അപ്പുറത്ത് സ്വർഗം കണ്ടുകൊണ്ടിരിക്കുകയാണ്. തീവ്രമായ ശിക്ഷ അനുഭവിക്കുമ്പോ മഹദി ചിരിച്ചുപോയി. ചിരിച്ചപ്പോഴാണ് ഫിർഔൻ പറഞ്ഞത്, ഇത്രമാത്രം ശിക്ഷ നൽകിയിട്ടും, ആണി മേടിയ സ്ഥലങ്ങളിലൂടെ രക്തം ചാലിട്ടൊഴുകിയിട്ടും, പഴുപ്പിച്ച ഇരുമ്പ് കൊണ്ട് ശരീരത്തിൽ ഇങ്ങനെ കുത്തി കുത്തി നോവിച്ചിട്ടും ഒരിക്കൽ പോലും ഈ പെണ്ണ് കരയുന്നില്ല. കരയുന്നതിന് പകരം ചിരിക്കുകയാണല്ലോ.
ഇവൾക്കെന്തോ ഒരു ഭ്രാന്ത് തന്നെയുണ്ടെന്ന് ഉറപ്പാണ്. പാറക്കല്ല് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. അപ്പോഴാണ് മഹദി ദുആ ചെയ്തത്, വനജ്ജിനീ മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനീ മിനൽ ഖൗമിൽ ളാലിമീൻ. അല്ലാഹുവേ, ഇത്രയും ശിക്ഷ ഞാൻ സഹിച്ചു, ഇനി പാറക്കല്ല കൊണ്ടുവരുന്നത്, അപ്പോഴേക്ക് നീ എന്നെ രക്ഷപ്പെടുത്തണം. പാറക്കല്ല് കൊണ്ടുവരുമ്പോഴേക്ക് ആസിയ ബീബി റളിയല്ലാഹു അൻഹയുടെ ആത്മാവ് സ്വർഗത്തിലേക്ക് പറന്നകന്നിട്ടുണ്ട്. പക്ഷേ അരിശം തീരാത്തത് കൊണ്ട് ആ പാറക്കല്ല് മെല്ലെ മെല്ലെ ഉരുട്ടിക്കൊണ്ടുവന്നു ആസിയ ബീബി റളിയല്ലാഹു അൻഹയുടെ ശരീരത്തിൽ വെച്ചു. നെഞ്ചിന്റെ ഭാഗത്ത് വെച്ച് അവൻ അവിടെ കയറി നിന്നു. ആ ഫിർഔനിന്റെ അവസ്ഥ നോക്ക് നിങ്ങൾ. കൊട്ടാരത്തിൽ താമസിച്ചിരുന്ന അവൻ, നല്ല കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഭീമാകാരന്മാരായ സമൂത് ഗോത്രക്കാർ, ഉയരവും നീളവുമുള്ള ആദ് ഗോത്രക്കാർ, ഇവരൊക്കെ എന്താ ചെയ്തത്? അല്ലദീന തഗൗ ഫിൽ ബിലാദ്, അവർ ഓരോ നാടുകളിലും പരിധി വിട്ട് പ്രവർത്തിച്ചു, അക്രമം ചെയ്ത് പ്രവർത്തിച്ചു. അക്രമം ചെയ്യാത്ത ഭരണാധികാരിന്റെ ഭരണം കുറെ കള്ള നീട്ടിക്കൊണ്ടുപോകും. പക്ഷെ അക്രമം ചെയ്താൽ അത് പിന്നെ കൂടുതൽ ദീർഘായുസ് ഉണ്ടാവില്ല. അത് ലോകത്തെ എല്ലാ ഭരണാധികാരികളുടെയും അവസ്ഥ അങ്ങനെയാണ്. അതാ ഫിർഔനും പറ്റിയത്. ഫിർഔനെ എപ്പോഴാണ് അല്ലാഹു തആല നശിപ്പിക്കണം എന്നുള്ള തീരുമാനം വെച്ചത്? ഇലാഹാണെന്ന വാദം തുടങ്ങിയപ്പോഴാണ്. അതിനു മുമ്പ് തന്നെ മൂസാ നബി അലൈഹി സ്വലാമിന്റെ കൗമിനെ പീഡിപ്പിച്ചിട്ടുണ്ട്. ബനൂ ഇസ്രായേൽക്കാർക്ക് ഒരുപാട് പീഡനങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നീട് ആ പീഡനം ശക്തമായി. വിശ്വസിക്കാത്തവരെ മുഴുവനും കൊന്നുകളയുന്ന, വെട്ടിമുറിക്കുന്ന സ്വഭാവത്തിലേക്ക് വന്നു. അതാണ് അല്ലാഹ് പറയുന്നത്, അല്ലദീന തഗൗ ഫിൽ ബിലാദ്. സൗകര്യങ്ങളും സംവിധാനങ്ങളും ദൃഷ്ടാന്തങ്ങളും നൽകിയിട്ടും നാടുകളിൽ പരിധി വിട്ട് അക്രമം നടത്തിയവർ, ഫഅക്സറൂ ഫീഹൽ ഫസാദ്. അവരാ നാടുകളിൽ കുഴപ്പം അധികരിപ്പിച്ചു, ജനജീവിതം താറുമാറാക്കി. ചില്ലറ ഭരണം കൊണ്ട് അവർ പോവുകയാണെങ്കിൽ അവർക്കങ്ങനെ പോകാമായിരുന്നു, ഒരു കുഴപ്പവുമില്ലായിരുന്നു. പക്ഷേ അവർ പരിധി വിട്ട് കളിച്ചപ്പോ ഫസബ്ബ അലൈഹിം റബ്ബുക സൗത അദാബ്. ഫസബ്ബ അലൈഹിം, അല്ലാഹു അവർക്ക് മേൽ ചൊരിഞ്ഞു, റബ്ബുക നിന്റെ റബ്ബ് അവർക്ക് മേൽ ചൊരിഞ്ഞു, സൗത അദാബ്, ശിക്ഷയുടെ മുറകളെ. സൗത്ത് എന്ന് പറഞ്ഞാൽ ശരിക്ക് ചാട്ടവാറ് എന്നാണ്. ആ പ്രയോഗം പ്രയോഗിക്കാൻ കാരണം ചാട്ടവാറ് കൊണ്ട് കിട്ടിയ അടി, അതിന്റെ വേദന പെട്ടെന്ന് മാറൂല. ഇതേപോലെ ഈ ശിക്ഷയുടെ രുചിപ്പിക്കുന്ന വേദന പെട്ടെന്ന് മാറൂല. അപ്പൊ സൗത്ത് എന്നുള്ളത് അല്ലാഹു തആല കടമെടുത്തു കൊണ്ടുവന്ന ആലങ്കാരികമായ ഒരു പ്രയോഗമാണ്. അത് ഉദ്ദേശിക്കുന്നത് ശിക്ഷയുടെ വേദനയും അതിന്റെ അനുഭവം ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കും. ഇപ്പോഴും ആ ഫറോവയും ഈ ആളുകളുമൊക്കെ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് ഈ പറഞ്ഞ വാചകത്തിൽ നിന്ന് അങ്ങനെ ഒരു തെളിവുണ്ട്. അതിനാണ് സൗത്ത് എന്ന് പറഞ്ഞത്. അതിന്റെ വേദന അവസാനിക്കൂല, ശിക്ഷ അവസാനിക്കൂല, ആഖിറത്തിൽ വരെ അതിന്റെ ശിക്ഷയുണ്ടാകും. വത്തഅബീറു അൻ ഇൻസാലിഹി ബിസ്സബ്ബി. സബ്ബ് എന്നല്ലേ പറഞ്ഞ്, സുബ്ബാന ചൊരിക്കാന്നല്ലേ, ചൊരിക്കാൻ നിൽക്കാത്താണ്, അങ്ങനെ ചൊരിഞ്ഞുകൊണ്ടിരിക്കണതാണ്. അത് ലിൽ ഈദാനി ബി കസ്റതിഹി, ശിക്ഷ അധികം ഉണ്ടെന്ന് അറിയിക്കാനാണ്. മാത്രല്ല വസ്തിംറാരിഹി, അതങ്ങനെ നിലനിന്നു പോകുന്നുണ്ട്. വത്തതാബുഹി, അതങ്ങനെ തുടരെ തുടരെ പോകുന്നുണ്ട്, ശിക്ഷ അനുഭവിക്കുന്നുണ്ട്. ഇവിടെ മൂന്ന് കോലത്തിൽ ജീവിച്ച ആൾക്കാരാണ്. ഭരണരംഗത്തൊക്കെ അല്ലാഹു തആല വല്ലാത്ത വിട്ടുവീഴ്ച കൊടുത്തത്. ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചല്ലോ, ഫിർഔന് ഇലാഹാണെന്ന വാദം വാദിക്കുന്നതിന് മുമ്പ് ലുൽമക്കണ്ടോനിൽ അല്ലാഹു തആലയോട് ചോദിച്ചു, മൂസാ നബി, അല്ല അള്ളാഹുവേ, കുറെ കാലമല്ല ഞാനിങ്ങനെ ദ്വാരിക്കുന്നു, ഞാൻ വരുന്നതിന്റെ മുമ്പ് തന്നെ ഒരുപാട് കുട്ടികളെ ഇവൻ കൊന്നിട്ടുണ്ട്. നല്ല ആൾക്കാരാണ് ബനൂ ഇസ്രായേൽ, നബിമാരുടെ പരമ്പരയിൽ വന്നവരാണ്. അവരെ കൊണ്ട് ഏറ്റവും ദുഷിച്ച, ഒരു മനുഷ്യന് ചേരാത്ത പണികൾ എടുപ്പിച്ചിട്ട് പീഡിപ്പിക്കുക. ശമ്പളം ചോദിച്ചാൽ അറസ്റ്റ് ചെയ്യുക, വീണ്ടും ചോദിച്ചാൽ പരിക്കേൽപ്പിക്കുക, വീണ്ടും ചോദിച്ചാൽ കൊന്നുകളയുക. ഇങ്ങനെയുള്ളൊരു ക്രൂരത ചെയ്തിട്ട് എന്താ അവനെങ്ങനെ ബാക്കി വെക്കുന്നത്? അപ്പൊ അല്ലാഹു തആല മൂസാ നബിയോട് പറഞ്ഞു, അന്ത തൻദുറു ഇലാ കുഫ്രിഹി. മൂസാ നബിയെ, നിങ്ങൾ ആ ഫിർഔന്റെ കുഫ്രിയത്തിലേക്കാണ് നോക്കുന്നത്. ഓൻ കാഫിറാണെന്നുള്ള അങ്ങളെത്തില്ല. കാഫിർ ഓനങ്ങനെ ബാക്കി വെക്കേണ്ടത് തീർത്തൂടെ? എന്നാ ഞാൻ വലിയ റഹ്മാനല്ലേ. വ അന അൻദുറു ഇലാ മാ കതബഹു അലാ ബാബിഹി. ആ ചങ്ങാതി ഇലാഹാണെന്ന് വാദിക്കുമ്പോൾ പിന്നെ അതിന്റെ ലെവല് പോയിട്ടുണ്ട്. അവന്റെ വാതിൽ പടിക്കൽ ഒരു വിഷയം എഴുതി വെച്ചിട്ടുണ്ട്, ബിസ്മില്ലാഹി. അപ്പൊ അത് എഴുതി വെച്ചുകൊണ്ട് ഓനെങ്ങനെ കുറെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. അല്ലെങ്കിൽ ഓൻ എന്നോ പണിയാക്കേണ്ടതാണ്.
അപ്പൊ ആ ബിസ്മില്ലാഹിന്റെ ഒരു ബർക്കത്ത് കൊണ്ട് അങ്ങനെ പരിഗണിച്ചതാ. ഇലാഹാണെന്ന വാദം തുടങ്ങിയപ്പോഴേക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞാനാണ് ഇലാഹ് എന്നുള്ള വാദവുമായി മുന്നോട്ട് വന്ന് വലിയ കിബർ പറഞ്ഞപ്പോഴേ കഴിഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ നോക്ക്, രാജാക്കന്മാർ എത്ര ഭരിച്ചവരുണ്ട്. ഒരു ലുൽമില്ലാതെ ഭരിച്ച ഒരുപാട് രാജാക്കന്മാരുണ്ട്. ലുൽമ് ചെയ്തതോടുകൂടി ഒരു അവസാനം കഴിഞ്ഞിട്ടുണ്ട്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ രാജാക്കന്മാർക്കും കത്തയച്ചു. ഒരു രാജാവ് മാത്രം കത്ത് വാങ്ങി കീറി പറിച്ച് കളഞ്ഞ് കത്തുമായി വന്ന ദൂതനെ ആക്രമിച്ചു. അപ്പൊ നബിതങ്ങൾ പറഞ്ഞു, മസ്സഖല്ലാഹു കിസ്റ രാജാവിനെ അള്ളാഹു തആല തുന്നം ഭിന്നമാക്കട്ടെ. ഈ കത്ത് വലിച്ചെറിയാനുള്ളതല്ല, കീറിപ്പറിച്ച് കളയാനുള്ളത്. അള്ളാഹുവിന്റെ നബിയായ റസൂല ഞാനൊരു കത്ത് എഴുതിയിട്ട് ആ കത്തൊന്ന് തുറന്ന് വായിച്ചു നോക്കാൻ പോലും മനസ്സ് കാണിക്കാതെ കിട്ടിയത് ഇങ്ങനെ വന്നത് പറയുമ്പോഴേക്കും കീറിപ്പറിച്ചെന്നല്ലോ. ഹിറക്കൽ ചക്രവർത്തി എത്ര കാലം ഭരിച്ചിട്ടുണ്ട്. ഹിറക്കൽ ചക്രവർത്തി ആ കത്ത് വന്നപ്പോൾ ആ കത്തിനെ പറ്റി ഒരു അന്വേഷണം നടത്തി. അബൂ സുഫിയാനെയും കൂട്ടരെയും വിളിച്ചിട്ട് ദീർഘമായ അന്വേഷണം. ഒരു നബി ആണെങ്കിൽ ആ നബി വരുമ്പോൾ കുറെ സാഹചര്യങ്ങളുണ്ട്, വന്നാൽ കുറെ വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട്, പിന്നെ വരുന്ന അനുയായികൾക്ക് കുറെ സ്വഭാവം, ഇതൊക്കെ ചോദിച്ചറിഞ്ഞു. ഹിറക്കൽ ചക്രവർത്തി അവസാനം ആ കത്ത് സൂക്ഷിച്ചത് ഒരു സ്വർണത്തിന്റെ പെട്ടിയിലാണ്. എന്നിട്ട് മക്കളോട് പറഞ്ഞു, മക്കളെ, ഈ കത്ത് എത്ര കാലം നിങ്ങളെ കൂടെ ബാക്കിയുണ്ടോ അത്രയും കാലം ഭരണം നിങ്ങൾക്കുണ്ടാവും. അതൊരു ബഹുമാനം. ആ ചക്രവർത്തി അവസാനം വരെ ഭരിച്ചിട്ടില്ലേ? കിസ്റ എന്ന് പറയുന്ന ചക്രവർത്തിയെ സ്വന്തം മകൻ തന്നെ കൊന്നില്ലേ ഭരണം കിട്ടാൻ വേണ്ടി? ജ്യോത്സ്യന്മാര് പറഞ്ഞു, ഇപ്പൊ വാപ്പാനെ കൊന്നൂരി എന്നാലേ ഭരണത്തിൽ കയറാൻ പറ്റുള്ളൂ. അപ്പൊ പിന്നെ പണി വാപ്പാനെ കൊല്ലന്നെ. അത് ളുൽമ് ചെയ്താൽ പിന്നെ അങ്ങോട്ട് മുന്നോട്ടില്ല. ഇവര് ളുൽമ് ചെയ്തു എന്നല്ല അള്ളാഹു പറഞ്ഞത്. ഫഅക്സറൂ ഫീഹൽ ഫസാദ്, ഭൂമിയിൽ അധികാരവും ഭൂമിയിൽ എല്ലാവിധ സമ്പത്തും സൗകര്യങ്ങളും ഒക്കെ കൊടുത്തിട്ട് അവരാ ഭൂമിയിൽ ഫസാദ് അധികരിപ്പിച്ചപ്പോ കടുത്ത ശിക്ഷ കൊടുത്തു. ഫിർഔൻ ഇപ്പോഴും ശിക്ഷ അനുഭവിക്കുകയാണ്. അവൻ അള്ളാഹു ബാക്കി വെച്ചിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ രാജാവ് എന്നുള്ള അർത്ഥത്തിൽ ജീവിച്ച ആളാണല്ലോ, ഭരണം നടത്തിയതാണല്ലോ. ഒരുപാട് ഭരണാധികാരികൾ വരും, അതിൽ നരഭോജികൾ ഉണ്ടാകും, പല ഭോജികളും ഉണ്ടാകും. അവർക്കൊക്കെ ഒരു പഠനത്തിന് അള്ളാഹു ബാക്കി വെച്ചിരിക്കുകയാണ്. ഈജിപ്തിൽ പോയി നോക്കൂ, മ്യൂസിയത്തിൽ റോയൽ മമ്മി ഹാളിൽ പ്രത്യേകം ടിക്കറ്റ് എടുത്ത് കയറണം. അത് ഓനക്കുള്ളൊരു ബഹുമാനം. ടിക്കറ്റ് എടുത്ത് കയറിയാൽ അവനെ കാണാൻ പറ്റും. ചെറിയ 4.5 മുഴ വലുപ്പമുള്ള ഒരു ചങ്ങാതി ഇങ്ങനെ കിടക്കണം. അവന്റെ ആ ചെറിയ പല്ലും നരച്ച മുടിയൊക്കെ അങ്ങനെ തന്നെ കാണുന്നുണ്ട്. തൊലിയൊന്നും ഒന്നും ആയിട്ടില്ല. അള്ളാഹു പറഞ്ഞല്ലോ, ലി തക്കൂന ലിമൻ ഖൽഫകായ, പിറകെ ഇതുപോലെ ഒരുപാട് നരഭോജികൾ വരും, അവർക്കൊക്കെ ഒരു പാഠമാകാൻ വേണ്ടിയാണ്. ലക്ഷക്കണക്കിന് കുരുന്നുകളെ മൃദാക്ഷിണ്യം കൊന്നവൻ മാഷിത ബീവിയെയും ആസിയ ബീവിയെയും അവരെ മക്കളെയും ഒക്കെ നിർദാക്ഷിണ്യം വധിച്ചവൻ, അവന് അങ്ങനെ പെട്ടെന്ന് അവനങ്ങോട്ട് മണ്ണിന്റെ അടിയിലാക്കാൻ പറ്റൂല. പക്ഷെ അവരാ താമസിക്കുന്നിടത്ത് മാത്രമേ എ സി ഉള്ളൂ. അപ്പൊ നമ്മളെ കൂടെ സിയാറത്തിന് വന്ന കുറച്ച് ആൾക്കാർ ചോദിച്ചു, അല്ല ഉസ്താദേ, ഇവിടെ ഇപ്പൊ എ സി ആണല്ലോ, മറ്റേ മമ്മികൾ കിടക്കുന്നിടത്തൊന്നും എ സി അല്ല, ഇവിടെ എ സി ആണല്ലോ. അപ്പൊ അവിടെ എ സി ഉണ്ടായിട്ട് ഇയാൾക്ക് ശിക്ഷ അല്ലാന്നോ? എ സി വരുന്ന ആൾക്കാർക്കാണ് അതിന്റെ ഫലം. അവന് ശിക്ഷയുണ്ട്. അന്നാറു യുറദൂന അലൈഹാ ഗുദുവൻ വഅശിയ്യാ, 24 മണിക്കൂറും. ഖുർആനിന്റെ ശൈലി അങ്ങനെ ഗുദുവൻ വാശി എന്ന് പറഞ്ഞാൽ രാവിലെ വൈകുന്നേരം എന്നല്ല, 24 മണിക്കൂറും നരക ശിക്ഷ അവർക്ക് വെളിവാക്കപ്പെടുന്നു, നരകത്തിന്റെ ശിക്ഷ ലഭിക്കുന്നുണ്ട്. ഫയൗമൽ ഖിയാമത്തി അദ്ഖിലൂ ആല ഫിർഔന അശദ്ദൽ അദാബ്, ഖിയാമത്ത് നാളിൽ അവരോട് പറയപ്പെടും, ഫിർഔൻ കുടുംബമേ, ഇതുവരെ അനുഭവിച്ചതിനേക്കാളും കഠോരമായ ശിക്ഷയിലേക്ക് കടക്കുവീൻ, നരകത്തിലേക്ക് ചെന്നെത്തുവീൻ. ഇപ്പോഴും ശിക്ഷ അനുഭവിക്കുന്നുണ്ട്. നഗ്നനേത്രങ്ങൾക്ക് അല്ലാഹു സ്വകാര്യമാക്കി വെച്ചിരിക്കുകയാണ് എന്ന് മാത്രമേ അതിനെപ്പറ്റി പറയാനുള്ളൂ. പക്ഷേ അവന്റെ ശരീരം അല്ലാഹു അങ്ങനെ ബാക്കി വെച്ചത് എത്രയോ വർഷങ്ങളോളം നൈൽ നദിയിലും മറ്റും മുങ്ങിപ്പൊങ്ങിയിട്ടും മത്സ്യത്തിന് പോലും അല്ലാഹു അറിവ് കൊടുത്തു, കടിക്കരുത്, കടിക്കാൻ പാടില്ല, നഞ്ഞാണ്, വിഷമാണ്, കടിച്ചു പോകരുത്. ഒരു മത്സ്യവും കടിച്ചില്ല, കരക്കണിഞ്ഞു. വർഷങ്ങൾ എത്രയായി, ഇപ്പോഴും നിങ്ങൾ നോക്ക്. മറ്റു ഫറോവമാരുടെ ബോഡിയൊക്കെ ആഴ്ചകൾ ആകുമ്പോൾ അതിന്റെ ശീല മാറ്റി, മരുന്ന് മാറ്റി, അങ്ങനെ പരിഷ്കരിപ്പിച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ മാറ്റാണ് ഈ പറയാനുണ്ട. മരുന്നെങ്ങാനും അടിക്കുന്നത് മാറ്റുന്നത് മാറിയാൽ ആ പരിസരത്ത് നിൽക്കാൻ കഴിയില്ല, മണത്തിട്ട് അത്രയും ദുർഗന്ധമുണ്ടാകും. മരുന്ന് വെച്ച് അങ്ങനെ ഒപ്പിച്ചുകൊണ്ടുപോകാണ്, ബഹുമാന പുരസ്സരം. എന്നാൽ ഇതങ്ങനെയല്ല. ഇത് ഒറിജിനൽ ബോഡി തന്നെ എങ്ങനെ കിടക്കാണ്, ശരിക്കുള്ള തൊലി.
അതിന് ചെറിയ പല്ലൊക്കെ കൂർത്ത പല്ലൊക്കെ ചെറിയ പല്ലൊക്കെ കാണുന്നുണ്ട്. എത്ര ചെറിയ ചങ്ങാതികാരങ്ങൾ. പക്ഷെ അവനാണ് ഈ തിട്ടൂരം മുഴുവനും ചെയ്തത്. അവനെ അള്ളാഹുത്താല നൽകിയൊരു പാഠം നോക്ക് നിങ്ങൾ, ചെറുതല്ലല്ലോ. അവനും അവന്റെ അനുയായികൾക്കും ഒരു ചെറിയ ഒരു ഭാഗം പോലും അവന്റെ കുടുംബത്തിലോ മറ്റോ ബാക്കി വെക്കാതെയല്ലേ മൊത്തം അള്ളാഹുത്താല നശിപ്പിച്ചത്. എന്നിട്ട് ആ ബനു ഇസ്രായേൽക്കാർക്ക് അള്ളാഹുത്താല അവിടെയുള്ള എല്ലാവിധ അധികാരവും അവിടെയുള്ള സമ്പത്തും അവിടെയുള്ള കൃഷിയും അവിടെയുള്ള ഫലങ്ങളും ഒക്കെ കൊടുത്തു. കദാലിക ഔറസ്നാഹ ഖൗമൻ ആഖരീൻ. അപ്രകാരം അവരൊക്കെ വീട് വിട്ടൊഴിഞ്ഞു പോയപ്പോൾ മറ്റൊരു വിഭാഗത്തിൽ നാം അതിനെ അനന്തരമാക്കി കൊടുത്തു എന്ന് അള്ളാഹു പറഞ്ഞില്ലേ. ഇവിടെ ആദ് ഗോത്രം, സമൂദ് ഗോത്രം, ഫിർഔൻ, ആ വിഭാഗം ആളുകളും 3 തരം സ്വഭാവവുമായി ബന്ധപ്പെട്ടവരാണ്. പ്രകൃതിപരമായ മനുഷ്യപരമായ വലിയ കഴിവാണ് ആദ് ഗോത്രക്കാർക്കുണ്ടായിരുന്നത്. സമൂദ് ഗോത്രക്കാർക്കാണെങ്കിൽ ഇച്ഛിക്കുന്നത് നേടാൻ പറ്റുന്ന വലിയ ശക്തി അള്ളാഹു തആല കൊടുത്തിരുന്നു. ഫിർഔനാണെങ്കിലോ അവന്റെ ക്രോധം, അധികാരം അള്ളാഹു ചെറിയ അധികാരം കൊടുത്തു എന്നതിൽ വലിയ ക്രോധമുണ്ടായി. ആ ക്രോധം കണക്കാക്കിയിട്ട് ഈ രൂപത്തിലൊക്കെ ഭൂമിയിൽ അവർ അക്രമങ്ങൾ ചെയ്തു. ആ അക്രമങ്ങൾക്ക് തിക്ത ഫലമാണ് അള്ളാഹു കൊടുത്തത്. അപ്പൊ സത്യസാക്ഷ്യ വചനങ്ങൾ പറഞ്ഞ് പൂർവീകരുടെ ചരിത്രം പഠിക്കാനാണ് അള്ളാഹു തആല നമ്മെ ക്ഷണിക്കുന്നത്. അവർക്ക് അള്ളാഹു വലിയ ശിക്ഷ കൊടുത്തു. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഭൂമിയിൽ അങ്ങനെ കുഴപ്പവും അക്രമവുമായി നടക്കുന്ന ആളുകൾക്ക് അതിനൊക്കെ ഒരു പരിധി ഉണ്ടാകും, ഒരു പരിമിതി ഉണ്ടാകും. അത് കഴിഞ്ഞാൽ അള്ളാഹു തആല അവരെയും അങ്ങനെ ശിക്ഷിക്കുകയും ചെയ്യും. അതെല്ലാ കാലത്തേക്കും ബാധകമാണ്. കഴിഞ്ഞ കാലത്തേക്ക് മാത്രമല്ല, എപ്പോഴും അത് ബാധകമാണ്. ഇനി നാളെ പഠിക്കാൻ പോകുന്നത് സൂറത്തുൽ ഫജ്റിലൂടെ നമുക്ക് നൽകുന്ന ഒരു പ്രത്യേകമായ താക്കീതുണ്ട്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. വിശദമായി പറയേണ്ട ആയത്താണ്. ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അള്ളാഹു നമ്മുടെ ഈ മജ്ലിസ് സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ ഒത്തുകൂടിയത്, ഇതുവരെ കേട്ടത്, വിശുദ്ധ ഖുർആൻ പഠിച്ചത് അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. എന്താണ് സംഭാവന വാങ്ങണം? ആ സംഭാവന വാങ്ങണം. എല്ലാവരും നല്ല സംഭാവന കൊണ്ടുവരും. കൂട്ടത്തിൽ ദിക്റും ചൊല്ലി റമളാൻ ശരീഫ് ഇങ്ങനെ തുടങ്ങുമ്പോഴേക്ക് മസ്ജിദുൽ ഫത്ഹിന് നമ്മളെ ഭാഗത്തുനിന്ന് നല്ല സംഭാവനകൾ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാവരും കൊണ്ടുവരും. ദിക്റും ചൊല്ലി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു